നമസ്കാരം. ആദ്യമായി ഇങ്ങനൊരു അവസരം തന്നതിന് സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക്, അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് സച്ചിനും മെസ്സിയും എന്നാണ്. രണ്ടുപേരും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കളിക്കാരാണ്. പക്ഷേ എൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചല്ല ഞാനിന്ന് സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് സച്ചിനും മെസ്സിയും അവരുടെ റെസ്പെക്റ്റീവ് സ്പോർട്ടിൽ ഇത്രയും ഹൈറ്റ്സിലെത്താൻ പറ്റുന്നത്, എന്ത് തരം വ്യത്യാസമാണ് അവർക്ക് മറ്റുള്ളവരിൽ നിന്നുള്ളത്, എന്തുകൊണ്ട് അവർ ഇത്രയധികം ആരാധനയ്ക്ക് പാത്രമാകുന്നു, എന്തുകൊണ്ട് അവർ ഇത്ര നല്ല പ്ലെയേഴ്സായിട്ട് മാറുന്നു, ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്. ഞാൻ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ഒരു വിഹക വീക്ഷണം മാത്രമാണ്, ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദി കറണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്പോർട്സ് സയൻസ്. അതിനൊരു പരിധിക്കപ്പുറം ഡെപ്ത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ മനഃപൂർവ്വം ശ്രമിച്ചിട്ടില്ല. രണ്ട് കാര്യങ്ങൾ കൊണ്ടൊന്ന്, സമയം ഒരു വിഷയമാണ്. രണ്ട്, എത്രത്തോളം പറയണം എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ തന്നെ ഒരു സംഘർഷമുണ്ട്. അപ്പോൾ ആ സംഘർഷത്തിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഞാനത് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു ബേർഡ്സ് ഐ വ്യൂ പ്രസൻറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സംഘാടകർ എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയ ഡോക്ടർ രതീഷ് കൃഷ്ണൻ എന്നാണ്. ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിലല്ല എൻ്റെ ഡോക്ടറേറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഇതിൻ്റെ ഒരു എക്സ്പേർട്ടായിട്ട് കരുതേണ്ടതില്ല. എൻ്റെ മനസ്സിലുണ്ടായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഞാൻ നടത്തിയ വായനകളും അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളുമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോട്ടിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആൻറ്റി ഫ്ലവറിനെ പരിചയം ഉണ്ടാകും. സിംബാബ്വേയുടെ ആൻറ്റി ഫ്ലവർ ഒരിക്കൽ പറഞ്ഞത് വളരെ രസകരമായൊരു കോട്ടാണ്. ദർ ആർ ഓൺലി 2 kinds of batsmen in the world. 1 സച്ചിൻ ടെണ്ടുൽക്കർ, 2 all of the others. ഒന്ന് സച്ചിൻ ടെണ്ടുൽക്കറും മറ്റേതിൽ ബാക്കി എല്ലാവരും. ഇതിനോട് നിങ്ങൾക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. ഈ കോട്ടിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. അത് ഓരോരുത്തരുടെയും എന്താ പറയുക, ഒരു പേഴ്സണൽ ഒരു എലമെൻ്റ് കൂടി അതിനകത്തുണ്ട്. ഇതേപോലെ മെസ്സിയെക്കുറിച്ച്, മെസ്സിയുടെ കൂടെ തന്നെ കളിക്കുന്ന മെഷറാനോ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഓൾത്തോ ഹീ മേ നോട്ട് ബി ഹ്യൂമൻ, ഇറ്റ് ഈസ് ഗുഡ് ദാറ്റ് മെസ്സി സ്റ്റിൽ തിങ്സ് ഹീ ഈസ്. മെസ്സി മനുഷ്യനല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ മെസ്സി ഇപ്പോഴും കരുതുന്നത് മെസ്സി മനുഷ്യനാണെന്നാണ്. ഈ രണ്ട് കോട്ടും ഒരുതരം സൂപ്പർ നാച്ചുറൽ പരിവേഷം ഈ രണ്ട് കളിക്കാർക്കും കൊടുക്കുന്നുണ്ട്. സ്പോർട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരുപാട് തരം അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂത്തരങ്ങാണ് സ്പോർട്സ്. ഏത് കാലിലെ പാഡ് ആദ്യം കെട്ടണം എന്നുള്ളത് മുതൽ ഏത് ബൂട്ട്, ഏത് സോക്സ്, ഏത് നീ ക്യാപ്പ് ആദ്യം വെക്കണം എന്നുവരെ ആളുകൾ വിശ്വസിക്കുന്ന ഒരു ഏരിയയാണ് സ്പോർട്സ്. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് കളിക്കാർക്ക്, അല്ലെങ്കിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് ഈ രണ്ട് കളിക്കാരെ അവരുടെ ഈ റെസ്പെക്റ്റീവ് സ്പോർട്ടിൽ ഇത്ര നന്നാക്കിയത് എന്നുള്ളൊരു അന്വേഷണമാണ് ഈ സ്ലൈഡ്സിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മലപ്പുറം ആയതുകൊണ്ട് തന്നെ മെസ്സി കൊണ്ട് തുടങ്ങാം. മെസ്സിയെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കില്ല. മെസ്സിയെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാനാണ് ഉദ്ദേശിക്കുന്നത്. സച്ചിനെക്കുറിച്ചായിരിക്കും ഞാൻ കൂടുതൽ സംസാരിക്കുക. മെസ്സി ഈസ് നോൺ ടു ബി എ വെരി ഗുഡ് ഡ്രിബ്ലർ ഓഫ് ദ ബോൾ. എന്തുകൊണ്ടാണ് മെസ്സി മനുഷ്യനല്ല എന്നൊക്കെ ആളുകൾ അഭിപ്രായം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെസ്സിയുടെ കളി കണ്ടവർക്കറിയാം, അതിനകത്തൊരു റിതമുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ മെസ്സിക്ക് പറ്റും. അത് എത്ര ഡിഫൻഡേഴ്സ് ഉണ്ടെങ്കിലും അവരെ മറികടന്ന് പോകാനുള്ള ഒരു ടാലൻറ്റ് മെസ്സിക്കുണ്ട്. ഇവിടെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്, ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും മെസ്സിയുടെ മനസ്സിനകത്തുകൂടി കടന്നു പോകുക, അല്ലെങ്കിൽ മെസ്സിയുടെ ബ്രെയിൻ ഫേസ് ചെയ്യുന്ന ചലഞ്ചുകൾ എന്തൊക്കെയാണ്. മെസ്സി നിൽക്കുന്ന പൊസിഷനിൽ നിന്നും ബോൾ തരാൻ സാധ്യതയുള്ള പ്ലെയറിനെ കാണാനായിട്ട് മെസ്സിക്ക് പറ്റണം. അപ്പോൾ ഒരു പ്രൈമറി അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ പാസ് തരാൻ സാധ്യതയുള്ള ആളിലാണ്. അയാൾ പാസ് കൊടുക്കാൻ തയ്യാറാവുമ്പോൾ തൊട്ട് അറ്റൻഷൻ ഈ പ്ലെയറിൽ നിന്നും പതിയെ ബോളിലേക്ക് മാറണം. പിന്നെ ആ ബോൾ ത്രൂ എയർ വരാൻ നേരത്ത് ആ ബോൾ എവിടെയാണ് പിച്ചിങ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മെസ്സിക്ക് ഒരു ധാരണ ഉണ്ടാവണം. ഈ ധാരണ കിട്ടിക്കഴിഞ്ഞിട്ട് വേണം മെസ്സിക്ക് ആ ബോൾ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നും എങ്ങോട്ടാണ് ഓടേണ്ടതെന്നും തീരുമാനിക്കാൻ. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഫീൽഡിൽ ആരൊക്കെ മുന്നിലുണ്ട്, എന്തൊക്കെ ഒബ്സ്ട്രക്ഷൻ മുന്നിലുണ്ടെന്ന് തീരുമാനിക്കണം. അപ്പോൾ ഇതെല്ലാം ഓവർകം ചെയ്താണ് പലപ്പോഴും മെസ്സി ഗോൾ സ്കോർ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു, ആ നീലവട്ടത്തിലാണ് ഡിഫൻഡേഴ്സ് ഏറ്റവും കുറവ്. ആ ഏരിയയിലോട്ടാണ് മെസ്സി പന്ത് എത്തിക്കുന്നതെങ്കിൽ ഗോൾ സ്കോർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ചുമന്ന വട്ടത്തിൽ കാണുന്ന ആൾക്കാരൊക്കെയാണ് എന്താ പറയുക, ഏറ്റവും അധികം ഇയാളെ തടുക്കാൻ സാധ്യതയുള്ളത്. ഈ പറയുന്ന ഒരു മെൻ്റൽ ഇമേജ് ആ കളിക്കാരനില്ലെങ്കിൽ അയാൾക്ക് ഒരിക്കലും ആ നീല വട്ടത്തിനകത്തോട്ട് വരാനായിട്ട് കഴിയില്ല. അങ്ങനെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾക്ക് ആ ബോൾ കൺട്രോൾ ചെയ്യാനോ ഗോൾ അടിക്കാനോ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്? ഓക്കെ, ഇനി എന്താണ് ഇതിനകത്ത് ഇത്ര വലിയ ചാലഞ്ച്? ഇതിൻ്റെ ചാലഞ്ച് അറിയാൻ ഞാൻ ക്രിക്കറ്റിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് എൻ്റെ ചാലഞ്ചിനെ കുറിച്ച് സംസാരിക്കാം.
സച്ചിൻ ടെണ്ടുൽക്കർ ബ്രെറ്റ് ലീയെ ഫേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഒരു ക്രിക്കറ്റ് പിച്ചിൻ്റെ ആവറേജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 22 യാർഡാണ്. ബ്രെറ്റ് ലീ ഓൺ ആൻ ആവറേജ് 150 km/h ബോൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. 150 km/h ബോൾ ചെയ്യുന്ന ഒരു ബോൾ ബാറ്റ്സ്മാൻ്റെ അടുത്ത് എത്തുന്നത് 400 മില്ലി സെക്കൻഡിൽ താഴെയുള്ള സമയമായിരിക്കും. അപ്പോൾ ഈ 400 മില്ലി സെക്കൻഡിനുള്ളിൽ ഞാൻ നേരത്തെ മെസ്സി അനുഭവിച്ച തരം ചാലഞ്ചുകൾ സച്ചിനോട് അനുഭവിക്കുന്നുണ്ട്. ഒന്ന്, ആ ഫീൽഡിനെ കുറിച്ചൊരു മെൻ്റൽ മാപ്പിംഗ് സച്ചിൻ ഉണ്ടാവണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സച്ചിൻ കളിക്കാൻ വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് പിച്ചിൽ ബാറ്റൊക്കെ കുത്തിയ ശേഷം പിച്ചൊന്ന് എക്സാമിൻ ചെയ്ത ശേഷം ചുറ്റും നോക്കുക എന്നുള്ളതാണ്. എവിടെയൊക്കെയാണ് ഫീൽഡേഴ്സിന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് 1-2 വട്ടം മാത്രമേ ആൾക്കാർ നോക്കുള്ളൂ. അല്ലാതെ മുഴുവൻ സമയവും എവിടെയൊക്കെ ഫീൽഡേഴ്സ് നിൽക്കുന്നു എന്ന് നോക്കാൻ കഴിയില്ല. കാരണം പിന്നെ ക്രിക്കറ്റ് ഫീൽഡ് ഒരുവിധം സ്കാറ്റേഡായിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. അത് ഒരിക്കൽ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെൻ്റൽ പിക്ചർ സച്ചിൻ്റെ ബോധമനസ്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ 400 മില്ലി സെക്കൻഡിനുള്ളിൽ എത്തുന്ന പന്ത് എങ്ങോട്ടാണ് അടിക്കേണ്ടത് എന്ന തീരുമാനം എടുക്കാൻ ഈ മനുഷ്യന് കഴിയുകയുള്ളൂ. അപ്പോൾ അഗെയിൻ ലെറ്റ് us ലുക്ക് അറ്റ് ദിസ് കേസ് വൺ ബൈ വൺ. എനിക്ക് പൊതുവേ ഈ റിഡക്ഷനിസ്റ്റ് പിക്ചർ പ്രസൻറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിഡക്ഷനിസ്റ്റിക് വ്യൂവിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ലുക്ക് അറ്റ് ദ പിച്ച്. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ബാറ്റ്സ്മാൻ ഉണ്ട്, ഒരു ബോളറുണ്ട്, ഏറ്റവും ക്ലോസ് സർക്കിളിൽ ഒരു കീപ്പറുണ്ട്, സ്ലിപ്പുണ്ട്. ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കാനായിട്ട് ഈ കളിക്കാരന് ഈ പിച്ചിൻ്റെ ആവറേജ് ലെങ്ത് ഞാൻ ഈ പറഞ്ഞതാണ്. ഇതാണ് ഒരു ക്രിക്കറ്റ് പിച്ച്. നിങ്ങൾക്ക് കാണാം 20.2 മീറ്റേഴ്സ്, എസെൻഷ്യലി 22 യാർഡ് അല്ലെങ്കിൽ 66 ഫീറ്റ്. അതാണ് ഒരു ക്രിക്കറ്റ് പിച്ചിൻ്റെ ലെങ്ത്ത്. ഓക്കെ, ബോളേഴ്സ് എൻഡിൽ നിന്ന് ആ ക്രീസിലേക്കുള്ള ദൂരം നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. സ്റ്റംപ് ടു സ്റ്റംപ്പാണ് നമ്മൾ ഡിസ്റ്റൻസ് പറയുന്നത്. അപ്പോൾ വീണ്ടും ഇത് കുറയും. എന്നുവെച്ചാൽ 400 മില്ലി സെക്കൻഡ് ടൈം പോലും കിട്ടില്ല ശരിക്കും ഒരു ബാറ്റ്സ്മാന് ഒരു 95 മൈൽസ്/അവർ അല്ലെങ്കിൽ 150 km/h വരുന്നൊരു ബോൾ ഫേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനുള്ളിൽ അയാൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് അതൊന്നും കൂടി നമുക്ക് നോക്കിയ ശേഷം എങ്ങനെയാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുകൂടി നോക്കാം. ഇനി ഈ ലെങ്ത്തിൽ ഒരു ബാറ്റ്സ്മാൻ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്, ക്രിക്കറ്റ് കളിച്ചവർക്കറിയാം, ബോൾ എവിടെയാണ് പിച്ച് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം. കാരണം ബോൾ എവിടെയാണ് പിച്ച് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും വെദർ ഇറ്റ് ബി എ ഷോർട്ട് ബൗൺസർ, വെദർ ഇറ്റ് ബി എ ലെങ്ത് ബോൾ, വെദർ ഇറ്റ് ബി എൻ ഓവർ പിച്ച്ഡ് ബോൾ. അതിനനുസരിച്ചാണ് കളിക്കേണ്ടത്. അതിനനുസരിച്ചാണ് നിങ്ങളുടെ ഫുട് വർക്ക് ഫോം ചെയ്യേണ്ടത്. ഓക്കെ, ക്രിക്കറ്റ് കളിച്ചവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു ഫാസ്റ്റ് ബോളർ ആണെങ്കിൽ ഏകദേശം ഒരു എന്താ പറയുക, ഈ മൊത്തം 22 യാർഡിൽ ഒരു 11 യാർഡ് മുതൽ 8 യാർഡിൻ്റെ ഇടയിലാണ് ഈ ഷോർട്ട് ലെങ്ത് എന്ന് പറയുന്ന സാധനം കിടക്കുന്നത്. ഒരു ഉദ്ദേശമാണിതെല്ലാം. ഈ സ്ഥലത്താണ് പിച്ചിങ് ചെയ്യുന്നതെങ്കിൽ ജനറലി യു വിൽ ഗെറ്റ് എ ഷോർട്ട് ലെങ്ത് ബോൾ. അതിനേക്കാൾ കുറച്ചുകൂടി മുകളിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു 4-നും 8-നും ഇടയ്ക്കൊക്കെ പിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ലെങ്ത് ബോൾ. അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫുൾ ലെങ്ത്. ഓക്കെ, ടോസ് പോകാനുള്ള സാധ്യത ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ് ഈ 0 to 1 യാർഡ് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ എങ്ങനെയാണ് ബോൾ വരുന്നതെന്ന് 400 മില്ലി സെക്കൻഡിനുള്ളിലുള്ള സമയത്തിൽ ഇതെവിടെ പിച്ച് ചെയ്യും എന്ന് കളിക്കാരന് അറിയാൻ പറ്റണം. ഇത് ഫാസ്റ്റ് ബോളിൻ്റെ കേസിൽ. ഇത് തന്നെ സ്പിൻ ബോളിംഗ് ആണെങ്കിൽ ഈ ലെങ്ത് ഒക്കെ ചെറുതായിട്ട് മാറും. അതായത് നിങ്ങളുടെ ഗുഡ് ലെങ്ത് ബോളിൻ്റെ ആ ലെങ്ത് റീജിയനും ഒരു എന്താ പറയുക ഷോർട്ട് ലെങ്ത് ബോളിൻ്റെ ലെങ്ത് റീജിയനൊക്കെ സ്പിന്നാണോ ഫാസ്റ്റ് ആണോ എന്ത് സ്പീഡിലാണ് ബോൾ വരുന്നത് എന്നുള്ളതനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കളിക്കാരൻ എവിടെ പിച്ചിങ് ചെയ്യുമെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, എന്ത് സ്പീഡിലാണ് ബോൾ വരുന്നതെന്നുള്ള ഏകദേശ ജഡ്ജ്മെൻ്റ് ഉണ്ടാക്കാൻ 400 മില്ലി സെക്കൻഡിനുള്ളിൽ കഴിയണം. ഈ 400 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ടൈം ഫ്രെയിമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു വാക്ക്, ഇംപ്രഷൻ എന്ന വാക്ക് വായിച്ചു തീരുന്ന സമയം കൊണ്ട് ബോൾ എന്നെ കടന്നു പോയിട്ടുണ്ടാകും ഞാൻ ആ 22 യാർഡ് പിച്ചിൽ നിൽക്കുകയാണെങ്കിൽ. ഓക്കെ, ഓൺ ആൻ ആവറേജ് ഒരു 150 km/h വരുന്ന ബ്രെറ്റ് ലീയുടെ ബോൾ ഞാൻ ഇംപ്രഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് വായിച്ചു തീരുന്ന സമയം കൊണ്ട് എന്നെ കടന്നു പോയിട്ടുണ്ടാകും. ഓക്കെ, അത്രയും ഷോർട്ട് പീരീഡിലാണ് ഈ ഡിസിഷൻ എടുക്കേണ്ടത്. ഓക്കെ, സോ ദിസ് ഇസ് എ വെരി റാപ്പിഡ് ഡിസിഷൻ ദാറ്റ് ഹാസ് ടു ബി ടേക്കൺ. നമ്മൾ സാധാരണ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ തീരുമാനം. ഇപ്പോൾ ഇന്ന് രാവിലെ എന്ത് ഡ്രസ്സ് ധരിക്കണം എന്ന് ഞാനോ നിങ്ങളോ തീരുമാനിച്ചതിന് നമുക്ക് ഇതുപോലത്തെ ഒരു പ്രഷറില്ല. നമുക്ക് സമാധാനമായി തീരുമാനിക്കാവുന്നൊരു കാര്യമാണ്. പക്ഷെ അങ്ങനൊരു സാധനം ഇവിടെ പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒരു ബാറ്റ്സ്മാൻ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ കഴിഞ്ഞില്ല. ഇനി ആ ബോളിൻ്റെ സീം എങ്ങനെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ബോളിൻ്റെ സീം എങ്ങനെ വരുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും വരുന്നത് ഔട്ട് സ്വിങ് ആണോ, ഇൻ സ്വിങ് ആണോ, അല്ല ലെഗ് കട്ടർ ആണോ, ഓഫ് കട്ടർ ആണോ, ഇത് ഓഫ് സൈഡിൽ വരുമോ, ഓൺ സൈഡിൽ വരുമോ. ബോൾ പിച്ചിങ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ജഡ്ജ് ചെയ്യാനായിട്ടൊരു ബാറ്റ്സ്മാന് പറ്റിയില്ലെങ്കിൽ ഈസ് ഗോയിങ് ടു ഫെയിൽ മിസറബിളി. അതിനകത്തൊരു സംശയവുമില്ല. അപ്പോൾ ഇത് ഫാസ്റ്റ് ബോളിൻ്റെ കേസിൽ. സ്പിന്നാകുമ്പോൾ ഓപ്ഷൻസ് പിന്നെയും കൂടുകയാണ്. ദൂസര ഉണ്ട്, ഗൂഗ്ലി ഉണ്ട്, ഓഫ് ബ്രേക്ക് ഉണ്ട്, ലെഗ് ബ്രേക്ക് ഉണ്ട്. ഓക്കെ, ഇതിനിടയ്ക്ക് സ്ലോ ബോൾ വരും. അപ്പോൾ ഇതെല്ലാം ആ സീമിൻ്റെ പൊസിഷൻ നോക്കി മനസ്സിലാക്കാനായിട്ട് ബാറ്റ്സ്മാൻ വരണം. അപ്പോൾ ബാറ്റ്സ്മാൻ
ക്രീസിൽ വന്നിട്ട് ഫോക്കസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരുമാതിരിപ്പെട്ട പ്രമുഖ കളിക്കാരെല്ലാം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും അനക്കം അനുവദിക്കാറില്ല. എന്തെങ്കിലും അനക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടനെ എന്താ പറയുക, റെഡി പൊസിഷനിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുക. എക്സ്പെഷ്യലി ആ ബാക്കിലൊരു സ്ക്രീൻ ഉണ്ടാകും, ബോളറിൻ്റെ ബാക്കിൽ ഒരു 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 യൂണിഫോം കളറിൻ്റെ സ്ക്രീൻ ഉണ്ടാകും. അതില്ലെങ്കിൽ പലപ്പോഴും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോളറിനെ ഫോക്കസ് ചെയ്യാനായിട്ട് ബാറ്റ്സ്മാന് പറ്റില്ല. ബോളറിനെ ഫോക്കസ് ചെയ്താൽ മാത്രം പോരാ, ബോളറിനെ ഫോക്കസ് ചെയ്ത ഉടനെ അയാളുടെ കയ്യിലേക്കും ആ കയ്യിലുള്ള അയാളുടെ ബോളിലേക്കും ആ ബോളിൻ്റെ സീമിലേക്കും ഏത് പൊസിഷനിലെത്തുമ്പോഴാണ് ബോൾ റിലീസ് ചെയ്യുന്നതെന്നും ഏകദേശം എന്ത് സ്പീഡിലാണ് ബോൾ വരുന്നതെന്നും പിച്ചിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ബോൾ നിൽക്കുന്നതെന്നും മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ബോളിനെ എങ്ങനെ അടിക്കണം എന്ന് ഒരു കളിക്കാരന് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി 400 മില്ലി സെക്കൻഡ് സമയത്തിനുള്ളിൽ ഇതൊന്നും പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ കരുതിക്കൂട്ടി തീരുമാനിച്ച് നടക്കുന്ന പ്രക്രിയയല്ല. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദി പിച്ച്, ഓക്കെ, വാട്ട് ആർ ദി പ്രഷേഴ്സ് ദാറ്റ് ദി ബാറ്റ്സ്മാൻ ഹാവ്? ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ, ഇത്രയും ചെറിയ ലെങ്ത്തിനുള്ളിൽ ഇത്ര സ്പീഡിൽ വരുന്ന ബോളിനെ കളിക്കാൻ ഒരു ബാറ്റ്സ്മാന് വേണ്ട പ്രഷർ എന്തൊക്കെയാണ്? സച്ചിൻ വളരെ ഈസി ആയിട്ടാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഹി ക്യാൻ പ്ലേ ദ ബോൾ ഇൻ എനി ഡയറക്ഷൻ ഹി വാണ്ട്സ്. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ദി കമൻറ്റേറ്റേഴ്സ് വുഡ്, അല്ലേ, കമൻട്രി ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ബോളിൻ്റെ ലൈൻ സച്ചിൻ കൃത്യമായിട്ട് റീഡ് ചെയ്തു എന്ന് പറയുന്നത് കാണാം. ഓക്കെ, എന്താ പറയുക, വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ ഷോർട്ട് വൺ, അല്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫുൾ ലെങ്ത് ബോൾ, സ്ട്രൈറ്റ് ഡ്രൈവ് ആണോ വേണ്ടത്, കവർ ഡ്രൈവ് ആണോ വേണ്ടത്, ഹുക്ക് ചെയ്യണോ എന്നുള്ളതൊക്കെ എത്ര എളുപ്പത്തിലാണ് ഒരു ബാറ്റ്സ്മാൻ തീരുമാനിക്കുന്നത്. സച്ചിൻ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഏത് ബാറ്റ്സ്മാൻ ആയാലും, ക്രിക്കറ്റ് കളിക്കുന്ന ഏത് ബാറ്റ്സ്മാൻ ആയാലും എത്ര എളുപ്പമാണ് ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നത്? ഇതാണ് ചോദ്യം. ഞാൻ ആ ചോദ്യത്തിൻ്റെ പരിസരം വ്യക്തമാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും പോയിന്റിൽ ഇവർ മിസ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, അതിപ്പോൾ എത്ര വലിയ കളിക്കാരനായാലും വാട്ട് വുഡ് ഹാപ്പൻ ഇസ് ദേ വിൽ ഗെറ്റ് ഇഞ്ചേർഡ്. അപ്പോൾ അടിക്കുന്നത് മാത്രമല്ല, അടിക്കണ്ട എന്ന് തീരുമാനിക്കാൻ കൂടി ഒരു കളിക്കാരന് പറ്റണം. ഒരു ബോൾ ലീവ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ഒരു കളിക്കാരന് പറ്റണം. എഗെയിൻ ക്രിക്കറ്റ് കളിച്ചവർക്ക് ഇത് കുറച്ചുകൂടി വളരെ എളുപ്പം മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില ബോളുകൾ കാണുമ്പോൾ നമുക്കറിയാം ആ ബോളിൽ തൊടേണ്ട കാര്യമില്ല എന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്രയോ ബോളുകൾ ബാറ്റ്സ്മാൻസ് ലീവ് ചെയ്യാറുണ്ട്. ഓക്കെ, ഓർ വേർ ദ ബാറ്റ്സ്മാൻ ഡസൻറ്റ് ഈവൻ ടച്ച് ദ ബോൾ. എങ്ങനെയാണ് ഈ തീരുമാനം എടുക്കാൻ പറ്റുന്നത്? ഓക്കെ, ഇനി ഈ തീരുമാനം തെറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് മാർഷൽ ലോയിഡിനെ എറിഞ്ഞ് വീഴ്ത്തുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ചിത്രമാണ്. ബോൾ റീഡ് ചെയ്യാൻ ലോയിഡിന് പറ്റിയില്ല. ആസ് എ റിസൾട്ട് ലോയിഡ് ഇസ് ഡൗൺ ഓൺ ദ ഗ്രൗണ്ട്. ഓക്കെ, ബംഗ്ലാദേശിൻ്റെ മുഷഫൂർ റഹ്മാൻ ഗോട്ട് ഹിറ്റ് ഓൺ ദി ഹെൽമെറ്റ്. വളരെ സ്വാഭാവികമായി ക്രിക്കറ്റ് പിച്ചിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലൊന്നാണിത്. ഓക്കെ, another one സിംബാബ്വെ ബാറ്റ്സ്മാനാണ്. ബോൾ റീഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, ബോൾ കൊണ്ടു ഹെൽമെറ്റ് തെറിച്ച് പോവുകയാണ് ചെയ്തത്. ഓക്കെ, another one ബെയ്ലി. ഓക്കെ, ആൻഡ് essentially you end up with this picture and I would like to dedicate the talk to this particular person. I am very sure നിങ്ങൾക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹമാണ് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഫിൽ ഹ്യൂജ് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഏറുകൊണ്ട് വീണ് മരിക്കുകയായിരുന്നു. ഓക്കെ, 2 ദിവസം ഇൻഡ്യൂസ്ഡ് കോമ സ്റ്റേറ്റിൽ കിടന്ന ശേഷം 27 നവംബറിന് അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഒരു ബ്രെയിനിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ഞാൻ ഇനി ഈ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബോളർ എന്ന് പറയുന്നത് ശരിക്കൊരു ഇമിനൻറ്റ് ത്രെട്ടാണ്. കാരണം ഇറ്റ് കുഡ് കോസ് യു യുവർ ലൈഫ്. നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ മാത്രം കാരണമായേക്കാവുന്ന ഒരു സാധനമാണ് ഈ ബോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ ബ്രെയിൻ പരിണാമത്തിലൂടെ മുന്നോട്ട് വന്ന നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് ഈ സ്ഥിതിവിശേഷത്തിനെ മാനേജ് ചെയ്യുന്നത്? ഈ സ്ഥിതിവിശേഷത്തിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഇതേപോലുള്ള കളിക്കാർ എങ്ങനെയാണ് സക്സസ്ഫുൾ ആവുന്നത് എന്ന് കണ്ടുപിടിക്കലാണ് ഏറ്റവും നല്ല പരിപാടി. അതായത് ഇത്തരം പഠനങ്ങളെല്ലാം സാധാരണഗതിയിൽ നടക്കുക ഒരു എക്സ്പേർട്ടിനെയും ഒരു നോവോയ്സിനെയും എടുത്ത് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. കളിക്കാൻ ആദ്യമായിട്ട് വരുന്ന ഒരാളെയും ഒരുപാട് കാലമായി കളിച്ച് തഴക്കവും പഴക്കവും വന്ന ഒരാളെയും എടുത്ത് കമ്പയർ ചെയ്യുക. ആ കമ്പാരിസണിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമാണ് ഇവരുടെ പ്രോസസ്സിങ് രീതി എന്ന് ഞാൻ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങളൊരു കളിക്കാരനാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ബോളിൻ്റെ സീം കാണാൻ വേണ്ടി ആദ്യം നിങ്ങളുടെ കാഴ്ചയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കാഴ്ചയെ ഡിപ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്കറിയാം വിഷ്വൽ ഇൻ്റർപ്രിട്ടേഷൻസ് എല്ലാം പിന്നീട് ഉണ്ടാകുന്നത് ബ്രെയിനിലാണ്. നിങ്ങളുടെ കാഴ്ച എത്രത്തോളം നല്ലതാവുന്നോ അത്രത്തോളം നല്ലതായിരിക്കും നിങ്ങളുടെ കളി എന്നാണ് പൊതുവേ പറയാറ്. നിങ്ങൾ കമൻട്രികളൊക്കെ കേൾക്കുന്ന ശീലമുണ്ടെങ്കിൽ അവർ പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹി വാച്ച്ഡ് ദി ബോൾ ടിൽ ദി ലാസ്റ്റ് മൊമെൻറ്റ്.
ഓക്കെ. ഹി ഹാഡ് ഹിസ് ഐസ് ഫിക്സ്ഡ് ഓൺ ദ ബോൾ എന്നൊക്കെ പറയും. ഇതിൽ രസകരമായ ഒരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 നടന്ന ഒരു സ്റ്റഡി അനുസരിച്ച് ഒരു 6 അടി മുന്നിൽ വെച്ച് ഒരു എക്സ്പേർട്ട് ബോൾ കാണാതെ ആകും. പിന്നെ അയാൾ ബോൾ കാണുന്നില്ല. എന്നുവെച്ചാൽ ഒരു ബാറ്റ്സ്മാൻ്റെ, എത്ര നല്ല ബാറ്റ്സ്മാനും ആയിക്കോട്ടെ, അയാളുടെ 6 അടി മുന്നിൽ വെച്ച് അയാൾക്ക് ബോളിൻ്റെ പുറത്തുള്ള അറ്റൻഷൻ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആണ്. ഹീ ഈസ് ഇൻ ഡാർക്ക്. അയാൾ ബോൾ കാണുന്നില്ല. ഓക്കെ. ഇത് തന്നെ ഒരു പുതിയ കളിക്കാരനാണെങ്കിൽ 19-20 അടി ദൂരത്തു നിന്ന് തന്നെ അയാളുടെ ബോൾ അയാളുടെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ. ഇവിടെയാണ് ഒരു പ്രധാന വ്യത്യാസം ഇരിക്കുന്നത്. ഒരു നല്ല കളിക്കാരനും, ഇപ്പം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം വിനോദ് പറഞ്ഞത് പ്രതിഭകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുമെന്നാണ്. ഒരുപക്ഷെ ഒരു സച്ചിനെ നിങ്ങളൊരു പ്രതിഭയായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ക്രിക്കറ്ററിനെ നിങ്ങളൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, അയാൾക്ക് ആ ബോളിനെ കാണാൻ കഴിയുന്ന ദൂരം ഒരു വലിയ ഫാക്ടറാണ്. എത്രത്തോളം ദൂരം വരെ അയാൾക്ക് ആ ബോളിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു വലിയ ഫാക്ടറാണ്. പക്ഷേ എത്ര നല്ല കളിക്കാരനായാലും ശരി, അയാൾക്കൊരു 6 അടി പോട്ടെ, ഒരു 5 അടി ദൂരത്തിന് ഇപ്പുറത്തേക്ക് ആ ബോൾ കാണാനായിട്ടോ അതിനെ ഫോളോ ചെയ്യാനായിട്ടോ അതിൻ്റെ പുറത്ത് ഒരു കോൺഷ്യസ് ഡിസിഷൻ എടുക്കാനായിട്ടോ കേപ്പബിലിറ്റി ഇല്ല. അത് നമ്മുടെ ഒരു ഇൻഹറൻറ്റ് ഫെയിലിയറാണ്. അതിൻ്റെ നല്ലൊരു എക്സാമ്പിൾ, ഈ 100 മീറ്റേഴ്സ് റേസിൽ വെടി പൊട്ടിക്കഴിഞ്ഞിട്ട് 1/10 ഓഫ് എ സെക്കൻഡിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്താൽ ഫൗളാണ്. ഞാൻ പറയുന്നത് വെടി പൊട്ടിക്കഴിഞ്ഞാൽ സാധാരണ ഫൗൾ അല്ല എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ വൺസ് ദ ഗൺ ഷോട്ട് ഇസ് ഫയർഡ്, അതിൻ്റെ 1/10 ഓഫ് എ സെക്കൻഡിനുള്ളിൽ ഒരു പ്ലെയർ സ്റ്റാർട്ട് ചെയ്താൽ, ഒരു അത്ലറ്റ് സ്റ്റാർട്ട് ചെയ്താൽ അത് ഫൗളാണ്. കാരണം നമ്മുടെ ന്യൂറോൺ സിഗ്നലിൽ യാത്ര ചെയ്യാൻ ഒരു ഡെഫിനിറ്റ് സ്പീഡുണ്ട്. ആ സ്പീഡ് വെച്ചിട്ട് 1/10 ഓഫ് എ സെക്കൻഡിന് മുമ്പിൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല എന്നിന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഗൺ ഷോട്ട് കേട്ട് 1/10 ഓഫ് എ സെക്കൻഡിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എസെൻഷ്യലി യു ഹാവ് സ്റ്റാർട്ടഡ് ബിഫോർ ദി ഗൺ ഷോട്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് വീണ്ടും 400 മില്ലി സെക്കൻഡിനുള്ളിൽ വരുന്ന ഒരു പന്തിൻ്റെ, ഓക്കെ, നമ്മുടെ ന്യൂറോൺ സിഗ്നൽ ഇതിനെ കണ്ട് പെർസീവ് ചെയ്ത് ബോൾ എവിടെ വരുമെന്ന് മനസ്സിലാക്കി ഷോട്ട് എവിടെ പ്ലേ ചെയ്യണമെന്ന് തീരുമാനിച്ച് അവിടെ ഫീൽഡർ ഇല്ലയെന്ന് ഉറപ്പാക്കി അങ്ങോട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ ദിസ് ഹാസ് ടു ഹാപ്പൻ ഇൻ ലെസ് ദാൻ 400 മില്ലി സെക്കൻഡ്. ഇനി ലെസ് ദാൻ 400 മില്ലി സെക്കൻഡ് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ള കുറേ കുഴപ്പങ്ങളുണ്ട്. നമുക്ക് സത്യത്തിൽ കിട്ടിയ ഒരു 250 മില്ലി സെക്കൻഡാണ്. ഓക്കെ. നമ്മുടെ അറ്റൻഷൻ ഒരു പ്രശ്നമാണ്, നമ്മുടെ അന്നത്തെ മോട്ടിവേഷൻ ലെവൽ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ട്രെയിനിങ്ങിലൂടെ ആൾക്കാർ മറികടക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ഷോട്ട് പ്ലേ ചെയ്യുന്ന ഒരു പ്ലെയറിൻ്റെ കോൺഫിഡൻസ് ലെവൽ എത്രയാണ്? എന്ത് കോൺഫിഡൻസ് ലെവലിൽ നിന്നിട്ടാണ് അയാൾ ആ ബോൾ അടിച്ചകറ്റുന്നത്, ബൗണ്ടറിയിലേക്ക് അകറ്റുന്നത്? അപ്പോൾ അത് ചെയ്യാനായിട്ട് എങ്ങനെയാണ് അയാളുടെ ബ്രെയിൻ സ്റ്റേറ്റ്സ് അയാളെ സഹായിക്കുന്നത്? എന്തൊക്കെ തരം വ്യത്യാസമാണ് ബ്രെയിൻ സ്റ്റേറ്റ്സിൽ ഒരു എക്സ്പേർട്ടിനും ഒരു നോവോയ്സിനും ഉള്ളത്? അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രതിഭകൾ അവരുടെ തലച്ചോറിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അവരുണ്ടാക്കിയ ഇൻഡ്യൂസ്ഡ് മെച്ചങ്ങളാണ്, ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട മെച്ചങ്ങളാണ്, അത് ഉപയോഗിച്ച് എങ്ങനെയാണ് അവർ ഈ കാര്യം ചെയ്യുന്നത്? ഓക്കെ. അപ്പോൾ ബേസിക്കലി ദിസ് ബ്രിങ്സ് മീ ടു ദി ഫീൽഡ് ഓഫ് കോൺഷ്യസ്നെസ്. ആൻഡ് ഈ ഫീൽഡ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഇറ്റ് ഇസ് എ ഹാർഡ് പ്രോബ്ലം. എളുപ്പമൊന്നും സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഹാർഡ് പ്രോബ്ലമാണ് കോൺഷ്യസ്നെസ് എന്താണെന്നുള്ളത്. എനിവേ, ഇപ്പോൾ നമ്മൾ ഒരു സ്ലൈഡ് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ അടിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ ബോധപൂർവ്വം എടുത്ത തീരുമാനത്തിൻ്റെ പുറത്താണല്ലോ അടിക്കുന്നത്. ആ പന്ത് അടിച്ചകറ്റാൻ ഇന്ന സ്ഥലത്തോട്ട് അടിക്കണമെന്ന് അയാൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അയാൾ ആ ഷോട്ട് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ദർ ഇസ് എ കോൺഷ്യസ് പ്രോസസ് ദാറ്റ് ഇസ് ഹാപ്പനിങ്. ഒരു ബോധപൂർവമായ ഒരു തീരുമാനം നടക്കുന്നുണ്ട്. ആ ബോധപൂർവമായ തീരുമാനം നടക്കണമെങ്കിൽ നമുക്ക് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് ഒരു ചെറിയ ഒരു നട്ഷൽ ധാരണയെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ ഇത് എളുപ്പമല്ല, കാരണം ഇതൊരു ഹാർഡ് പ്രോബ്ലമാണ്. ഹാർഡ് പ്രോബ്ലം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എളുപ്പമൊന്നും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നമ്മൾ പല അപ്രോച്ചിലൂടെ ഇതിനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, പല ഫീൽഡ്സ് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സൈക്കോളജി ഇതിനെ സ്റ്റഡി ചെയ്യുന്നുണ്ട്, ഫിലോസഫി സ്റ്റഡി ചെയ്യുന്നുണ്ട്, ക്വാണ്ടം മെക്കാനിക്സ് സ്റ്റഡി ചെയ്യുന്നുണ്ട്, സൈക്യാട്രി സ്റ്റഡി ചെയ്യുന്നുണ്ട്, ന്യൂറോ ബയോളജി ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇതിൽ ചിലതിനെക്കുറിച്ചെല്ലാം ചില ടോക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സൈക്കോളജിയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ഒരു ടോക്ക് ഉണ്ടെന്ന് തോന്നുന്നു, മനസ്സും അതിൻ്റെ പരിണാമവും എന്നുള്ള വിഷയം ഞാൻ കണ്ടു. ക്വാണ്ടം ഫിസിക്സിൽ സാബു ജോസ് പലപ്പോഴായിട്ട് എന്താണ് കോൺഷ്യസ്നെസ് എന്ന് പറയാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ അടുത്ത് സെബാസ്റ്റ്യൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിച്ച് എങ്ങനെ നിങ്ങൾക്ക് കോൺഷ്യസ്നെസ് മനസ്സിലാക്കാമെന്നുള്ളതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്നുകൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ന്യൂറോ ബയോളജിക്കൽ അപ്രോച്ച് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതെന്താണെന്ന് നോക്കാം. ഓക്കെ. നിങ്ങളൊരു കാർ ഓടിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ലെറ്റ്സ് ഇമാജിൻ ദാറ്റ് യു ആർ ഡ്രൈവിംഗ് എ കാർ. ഇവിടെ ഒരുമാതിരിപ്പെട്ടവരെല്ലാവരും കാർ ഓടിക്കുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും വ്യക്തമാവുന്നില്ലെങ്കിൽ അവിടെ വെച്ച് നിർത്തി ചോദ്യം ചോദിക്കാൻ
ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇറ്റ് വിൽ മേക്ക് ബിറ്റ് മോർ ഈസി ഫോർ മീ. ഓക്കെ, നിങ്ങളെല്ലാവരും കാർ ഓടിക്കുന്നവരാണെങ്കിൽ നിങ്ങളെപ്പോഴും റോട്ടിലേക്ക് നോക്കി വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നിട്ടാണോ കാർ ഓടിക്കുന്നത്? ആണോ? നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെ NH പോവുകയാണ്. നിങ്ങൾ കാറിനകത്തുള്ള ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്, പാട്ട് കേൾക്കുന്നുണ്ട്, പുറകിലിരിക്കുന്ന ആൾക്കാരോട് തിരിഞ്ഞു വേണമെങ്കിൽ സംസാരിക്കാറുണ്ട്. എങ്ങനെയാണ് ഇത് നമുക്ക് പോസിബിൾ ആവുന്നത്? ഓക്കെ, ഇത് പോസിബിൾ ആവാൻ കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മുടെ അറ്റൻഷൻ കൊണ്ട് നമ്മൾ കുറേ മെൻ്റൽ മാപ്സ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് തലച്ചോറിനകത്ത്. ഈ മെൻ്റൽ മാപ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ എക്സിക്യൂഷൻ ഇത് പറയുമ്പോൾ നമ്മളെല്ലാവരും വളരെ എളുപ്പത്തിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒട്ടും അത്ഭുതം തോന്നാത്ത ഒരു ഏരിയയാണിത്. കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്താൽ സൈക്കിൾ ഓടിക്കുന്നത് ഒരു അത്ഭുത പ്രക്രിയയാണോ? സൈക്കിൾ ഓടിക്കുന്നത് അത്ഭുത പ്രക്രിയ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന എഫേർട്ട് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സൈക്കിൾ ഓടിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ പ്രവൃത്തികളിലൊന്നാണ്. അതിൻ്റെ ഫിസിക്സിനെ കുറിച്ച് നിങ്ങൾ വൈശാഖനോട് സംസാരിക്കൂ. അതിനുവേണ്ടി നിങ്ങൾ എടുക്കേണ്ട പ്രയത്നമുണ്ട്. ഇപ്പോൾ ഒരു രസകരമായൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഈ അറ്റൻഷനെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. രസകരമായ എക്സ്പെരിമെൻറ്റ്. നിങ്ങൾ സാധാരണ സൈക്കിളിൽ ഹാൻഡിൽ ബാർ ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ വീല് ലെഫ്റ്റിലോട്ട് തിരിയും. ഓക്കെ, ഒരു രസകരമായ എക്സ്പെരിമെൻ്റ് അവർ ചെയ്തതാണ്. നിങ്ങൾ ലെഫ്റ്റിലോട്ട് ഹാൻഡിൽ ബാർ തിരിച്ചാൽ വീല് റൈറ്റിലോട്ട് തിരിയുമെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സൈക്കിൾ പഠിക്കാൻ നിങ്ങൾക്ക് എത്ര നേരം വേണം? ഓക്കെ, അപ്പോൾ ഇതിൽ എക്സ്പെർട്ടീസ് കിട്ടുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ച, ഞാനീ പതിയെ കൊണ്ടുവരുന്നത് മസിൽ മെമ്മറി എന്ന് പറയുന്ന നിങ്ങൾക്കൊക്കെ ഒരുവിധം പരിചയമുള്ളൊരു ടേമിലേക്കാണ്. നിങ്ങൾ ഓട്ടോമാറ്റൈസ് ചെയ്യുന്നു പല കാര്യങ്ങളും, ഹാബിച്വൽ ആവുന്നു ചില കാര്യങ്ങൾ. ബൈ ഹാബിറ്റ് നിങ്ങൾക്കറിയാം. ഒരിക്കൽ സൈക്കിൾ ഓട്ടാൻ പഠിച്ചാൽ പിന്നെ പഠിക്കേണ്ട കാര്യമില്ല. നീന്തൽ മിക്കവാറും അങ്ങനെ ഒരു സാധനമാണ്. ഇറ്റ് കൈൻഡ് ഓഫ് ബിക്കംസ് പാർട്ട് ഓഫ് യുവർ വർക്കിംഗ് മെമ്മറി. അപ്പോൾ ഈ സൈക്കിള് നിങ്ങൾ ഈ ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ റൈറ്റിലേക്ക് വളയുന്ന സൈക്കിള് നിങ്ങൾ പഠിച്ചെടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇമാജിൻ ദാറ്റ് നിങ്ങൾ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു എന്ന് തന്നെ വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മറ്റേ സൈക്കിൾ ഓടിക്കാൻ പറ്റുമോ? ഇതെല്ലാം സത്യത്തിൽ വലിയ പ്രോബ്ലംസാണ്. നമ്മൾ കാണുന്നതിനേക്കാൾ വാട്ട് മീറ്റ്സ് യുവർ ഐ അതിനേക്കാൾ വലിയ പ്രോബ്ലംസാണ്. ഇതൊരു വലിയ എന്താ പറയുക, ന്യൂറോ സയൻസിൽ ഒരു വലിയ ആർഗ്യുമെൻറ്റിന് വഴിവെച്ച ഒരു എക്സ്പെരിമെൻ്റാണ്. അതായത് ഹാബിറ്റ് ഫോർമേഷൻ വേഴ്സസ് ഓട്ടോമാറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഏരിയയുടെ തുടക്കത്തിലെ എക്സ്പെരിമെൻ്റാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് നമ്മൾ പലപ്പോഴും വളരെ ലഘുവെന്ന് വിചാരിക്കുന്ന പ്രക്രിയകൾ പോലും അത്ര ലഘുവല്ല എന്ന് പറയാനുള്ളൊരു ശ്രമമാണ്. അപ്പോൾ നിങ്ങൾ കാർ ഓടിക്കുമ്പം നിങ്ങൾ മെൻ്റൽ മാപ്സ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊരു പ്രശ്നമല്ല. പക്ഷേ ചില മനുഷ്യർക്ക് ഇത്തരം മെൻ്റൽ മാപ്സ് ഫോം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ഞാൻ എക്സ്ട്രീം എൻഡാണ് പറയുന്നത്. ചില മനുഷ്യർക്ക് ഇത്തരം മെൻ്റൽ മാപ്സ് ഫോം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അവർ രാവിലെ എഴുന്നേറ്റ് ഓഫീസിലേക്ക് പോയാൽ തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റില്ല. അവർക്ക് വഴി അറിയില്ല. ഓക്കെ, നമ്മൾ ഈ മെൻ്റൽ മാപ്സ് ഫോർമേഷൻ ഭയങ്കര രസമാണ്. നിങ്ങളുടെ വർക്കിംഗ് ഡെസ്കിൽ നിന്ന് നിങ്ങളുടെ പേന താഴെ പോയാൽ താഴോട്ട് നോക്കാതെ നിങ്ങൾക്ക് അറിയാം ആ പേന എവിടെ നിന്ന് എടുക്കണമെന്ന്. അല്ലെങ്കിൽ ഒരു അലമാരയുടെ പുറകിലോട്ട് നിങ്ങളുടെ ഒരു 5 രൂപ കോയിൻ ഉരുണ്ട് പോയെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ആ കോയിൻ എടുക്കേണ്ടതെന്ന്. കാരണം നിങ്ങൾക്ക് ഈ സ്പേസിനെ കുറിച്ചൊരു ഒരു മാപ്പിംഗ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇതില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്. ഇതൊരു എക്സ്ട്രീം കേസാണ്. അത്തരം മനുഷ്യർക്ക് പൊതുവേ എന്താ പറയുക, റോഡിൻ്റെ ഏത് വശത്തൂടെയാണ് ഓടിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ പൊതുവേ ഡ്രൈവ് ചെയ്യാറില്ല. ഡ്രൈവ് ചെയ്താൽ തന്നെ അവർക്ക് ഡയറക്ഷൻസ് കിട്ടാറില്ല. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പോട്ടെ, ഒരു മുറിയിൽ നിന്ന് മറ്റേ മുറിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് പോലും കൺഫ്യൂഷനുള്ള മനുഷ്യരുണ്ട്. ഓക്കെ, ഈ അടുത്ത് വളരെ രസകരമായ ഇത്തരം അവസ്ഥകളെക്കുറിച്ച് മാത്രം ഒരു പുസ്തകമുണ്ട്. ഞാൻ ആ പുസ്തകത്തിൻ്റെ പേരാണ് ആലോചിക്കുന്നത്. ഞാൻ പറയാം, ഇത് കഴിയുമ്പോഴേക്കും ഞാൻ പറയാം. ഇത്തരം വിചിത്രമായ അവസ്ഥകളുള്ള മനുഷ്യരുടെ, അതായത് മെൻ്റൽ മാപ്പ് ഫോം ചെയ്യാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത മനുഷ്യരുടെ, മറക്കാൻ പറ്റാത്ത മനുഷ്യരുടെ, ഒന്നും മറക്കാൻ കഴിയാത്ത മനുഷ്യരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 വർഷം ജീവിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഒരാൾ ക്ലെയിം ചെയ്യുന്നതനുസരിച്ച് അയാളുടെ 3-ാമത്തെ മാസം മുതൽ അയാളുടെ ഓർമ്മകൾ വിത്ത് ഡേറ്റ് ആൻഡ് ടൈം പ്രിസിഷൻ ഓർത്ത് വെക്കുന്ന മനുഷ്യർ, അങ്ങനെ പലതരം മനുഷ്യർ. ഓക്കെ, അപ്പോൾ എനിവേ വൺ സിമ്പിൾ പോയിൻറ്റ് ടു ടേക്ക് ഹോം ഫ്രം ദിസ് സ്ലൈഡ് ഇസ് ഇഫ് യു പേ അറ്റൻഷൻ അബൌട്ട് സംതിങ് യു ആർ കോൺഷ്യസ്. നിങ്ങൾ ഒരു കാര്യത്തിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാനാണ്. നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ ആ കാര്യം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും, ഫ്രാൻസിസ് ക്രിക്ക് വേറെ പല കാര്യങ്ങൾക്കുമാണ് പ്രശസ്തനെങ്കിലും സത്യത്തിൽ ഫ്രാൻസിസ് ക്രിക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്നത് കോൺഷ്യസ്നെസ്സിൻ്റെ ഹാർട്ട് പ്രോബ്ലത്തിലാണ്. അപ്പം ഫ്രാൻസിസ് ക്രിക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോർമുല പറഞ്ഞിട്ടുണ്ട്. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഇൻറ്റു വർക്കിംഗ് മെമ്മറിയാണ്. എത്ര ശ്രദ്ധ ഇൻറ്റു
നിങ്ങൾ ഓൾറെഡി ഫോം ചെയ്ത വർക്കിംഗ് മെമ്മറി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ബോധപൂർവമായ പ്രക്രിയയും 4ആയിട്ട് തിരിക്കാനായിട്ട് പറ്റും. അതിന് എറൗസൽ, ഓറിയൻറ്റേഷൻ, ഡിറ്റക്ഷൻ ആൻഡ് എക്സിക്യൂഷൻ എന്ന് പറയുന്ന 4 സിമ്പിൾ പ്രവർത്തനങ്ങളായിട്ട് നിങ്ങൾക്ക് വേണേൽ കാണാം. ഓക്കെ, ഇത് ഓരോന്നും ഇതേ ഓർഡറിൽ നടക്കണമെന്ന് നിർബന്ധം പറയാൻ പറ്റില്ലെങ്കിലും ഇൻ ജനറൽ ഈ ഓർഡറിലാണ് ഇത് നടക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തിലേക്ക് ഇതെങ്ങനെ സ്പോർട്സിന് ഇമ്പോർട്ടൻ്റ് ആകുമെന്ന് പറയാം. അതിന് നിങ്ങൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുക. ബ്രെറ്റ്ലിയെ ഫേസ് ചെയ്യുന്ന സച്ചിൻ ടെണ്ടുൽക്കർ. ബ്രെറ്റ്ലി ഒരു 150 km/h ബോൾ എറിയുകയാണ്. സച്ചിൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, സച്ചിൻ്റെ പ്രൈമറി സംഭവം ബ്രെറ്റ്ലിയെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എറൗസൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിത്തിങ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ത്രെറ്റ്, അതെല്ലാം എറൗസൽസ് ആണ്. അല്ലെങ്കിൽ എനിത്തിങ് ദാറ്റ് യു കൺസിഡർ യുവർ സെൽഫ് ഇമ്പോർട്ടൻറ്റ്, പ്രധാനമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഏത് കാര്യവും നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു എറൗസലാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിശപ്പ് തോന്നുന്നത് ഒരു എറൗസലാണ്. ഇപ്പോൾ വിശപ്പ് തോന്നുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സ്ലൈഡിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 4 പ്രക്രിയ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് വിശപ്പ് തോന്നുന്നു എന്ന് പറയുന്ന എറൗസലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ഓറിയൻറ്റ് ചെയ്യണം, ഭക്ഷണമുള്ള സ്ഥലത്തേക്ക് ഓറിയൻറ്റ് ചെയ്യണം. അടുക്കളയിലേക്കോ തീന്മേശയിലേക്കോ അല്ലെങ്കിൽ ഹോട്ടലിലേക്കോ നിങ്ങൾ ഓറിയൻറ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഡിറ്റക്റ്റ് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളുടെ സെൻസിലൂടെ ഭക്ഷണം ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യേണ്ടതുണ്ട്. വീട്ടിലാണെങ്കിൽ ആ ഫുഡിൻ്റെ സ്മെല്ല് ഡിറ്റക്ഷനായിട്ട് സെർവ് ചെയ്യും. നിങ്ങളുടെ സെൻസ് ഓർഗൻസാണ് നിങ്ങൾ അതിന് യൂസ് ചെയ്യുക. അതിനുശേഷം എക്സിക്യൂഷൻ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പ്രക്രിയ പോലും ഈ 4 പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് വിശപ്പുണ്ടാവുന്നു, ആ വിശപ്പിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അങ്ങോട്ട് ഓറിയൻറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വിശപ്പുണ്ടാവുന്നു എന്ന് പറയുന്ന ഒരു എറൗസലുണ്ട്. അതിനുവേണ്ടി ചില ബ്രെയിൻ സ്റ്റേറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് നിങ്ങളുടെ ഓറിയൻറ്റേഷൻ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മോട്ടോർ കോർട്ടെക്സ് വർക്ക് ചെയ്യും. അതിനുശേഷം ഡിറ്റക്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സെൻസറി ഓർഗൻസിലൂടെ സെൻസറി ഇൻപുട്സ് ഗ്യാദർ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ലോബ്സ് വർക്ക് ചെയ്യും. കോർട്ടെക്സ് മൊത്തത്തിൽ വർക്ക് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, അതിനുശേഷം ഇത് എക്സിക്യൂട്ട് ചെയ്യുക, വീണ്ടും അത് മോട്ടോർ കോർട്ടെക്സിൻ്റെ ജോലിയായിട്ട് മാറും. അപ്പോൾ ഏത് സിമ്പിൾ പ്രക്രിയയും, നിങ്ങൾ ബോധപൂർവം ചെയ്യുന്ന ഏത് സിമ്പിൾ പ്രക്രിയയും ഇങ്ങനെ 4 സ്റ്റെപ്സിലൂടെ എന്നുള്ളത് കാണാമെങ്കിൽ ഈ കേസിൽ ഏതൊക്കെയാണ് ആ 4 സ്റ്റെപ്സ്? ഓക്കെ, അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ സംബന്ധിച്ചിടത്തോളം ആ ബോൾ ഹിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ജീവൻ നഷ്ടപ്പെടാൻ വരെ കാരണമായൊരു പ്രക്രിയ ആയതുകൊണ്ട് അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന ഒരു കാര്യമാണ് ബ്രെറ്റ്ലി എന്ന് പറയുന്ന ബോളിൻ്റെ എന്താ പറയുക അപ്രോച്ച്. അയാൾ കുറച്ച് ദൂരത്ത് നിന്ന് ഓടി വരുന്നു. അപ്പോൾ അത് എറൗസലാണ്. ഓക്കെ, ആ അറ്റൻഷൻ ആ നിമിഷത്തിൽ നിന്നും അയാളുടെ ബോൾ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ നിമിഷത്തിൽ സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് അയാളുടെ മനസ്സിലുണ്ടാവേണ്ട മെൻ്റൽ മാപ്പ് ഇതാണ് ഒരു ആവറേജ് ക്രിക്കറ്റ് ഫീൽഡ്. സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫീൽഡ് സെറ്റിംഗ് ആണെന്ന് വിചാരിക്കുക. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ മനസ്സിൽ ഈ ഫീൽഡ് സെറ്റിംഗ് മെൻ്റൽ മാപ്പായിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവണം. അതായത് അറ്റൻഷൻ ഇൻറ്റു വർക്കിംഗ് മെമ്മറിയുടെ ഭാഗമായിട്ട് ഈ വർക്കിംഗ് മെമ്മറി ആയിട്ട് ഈ പറയുന്ന സാധനം ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ സച്ചിൻ എന്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, എന്ത് എറൗസലാവുള്ളൂ, ബ്രെറ്റ്ലി വരുന്നത് എറൗസലാവുള്ളൂ. അല്ലെങ്കിൽ സച്ചിൻ എന്തുകൂടി ശ്രദ്ധിക്കേണ്ടി വരും, എവിടെയൊക്കെയാണ് ഫീൽഡർ ഉള്ളതെന്ന് കൂടി ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കേണ്ടി വരും. അങ്ങനെ ശ്രദ്ധിച്ചാൽ യു കനോട്ട് ഡിവോട്ട് യുവർ അറ്റൻഷൻ ടു ദി ബോളർ. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും എന്താ പറയുക ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയുന്നതെന്ന് വെച്ചാൽ നമുക്കുള്ള സമയം വളരെ ചെറുതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇംപ്രഷൻ എന്ന് പറയുന്ന വാക്ക് വായിക്കാനുള്ള സമയമാണ് നമുക്കുള്ളത്. ആ സമയത്തിനുള്ളിൽ ഫീൽഡിൽ ആരൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. ഈ ധാരണ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഭവം, അല്ലെങ്കിൽ ആ ധാരണ കിട്ടിക്കഴിഞ്ഞാൽ മെൻ്റൽ മാപ്പിംഗ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എറൗസലാണ്. ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഏത് സിറ്റുവേഷനും ആദ്യം ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഭാഗം നിങ്ങളുടെ അമിഗ്ദലയാണ്. ത്രെട്ട് അസോസിയേഷനാണ്. അതിന് വിഷ്വൽ കോർട്ടെക്സിൻ്റെ പോലും സഹായം ആവശ്യമില്ല. നിങ്ങളുടെ കണ്ണുകൾ അടച്ചു വെച്ചാൽ പോലും അമിഗ്ദല വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. എന്തെങ്കിലും ഒരു അപ്രോച്ച് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അമിഗ്ദല നിങ്ങളെ കോഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റൻഷൻ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അമിഗ്ദല വർക്ക് ചെയ്യുന്നതിൻ്റെയാണ്. ഇനി രസകരമായ കാര്യം, ഈ പറയുന്ന ത്രെട്ട് ഒരു പരിധിക്ക് അപ്പുറമാണെങ്കിൽ നിങ്ങൾക്ക് ആ ബോൾ ഫേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കുറേ പഠനങ്ങളുണ്ട് ഈ ഏരിയയിലേക്ക്. ഈ മൗണ്ടൻ ക്ലൈംബേഴ്സ്, പ്രത്യേകിച്ച് റോപ്പില്ലാതെ ക്ലൈംബ് ചെയ്യുന്ന ഗെയിംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മനുഷ്യർ, അവരുടെ അമിഗ്ദല ഫയർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വലിയ സംശയമായിരുന്നു, ഒരു വലിയ കോൺട്രവേഴ്സി ആയിരുന്നു കുറേ കാലം. ഇപ്പോൾ നമുക്കറിയാം അവരുടെ അമിഗ്ദല ഫയർ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ റെസ്പോൺസ് മറ്റ് മനുഷ്യരെടുക്കുന്നത് പോലെയല്ല അവരെടുക്കുന്നത്. അപ്പോൾ ഒരു ക്ലൈംബർ അയാളുടെ അമിഗ്ദല ഫയർ ചെയ്യുന്നുണ്ടെങ്കിലും മറ്റ് ബ്രെയിൻ സ്റ്റേറ്റ്സ് ആ അമിഗ്ദലയെ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ അയാൾക്ക് ട്രെയിനിങ്ങിലൂടെ അതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സാധനം ഒരു നല്ല കളിക്കാരൻ്റെ കേസിലും സംഭവിക്കുന്നുണ്ട്. അയാളുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് ആണ് എന്ന് നിങ്ങളുടെ ബ്രെയിൻ വാൺ ചെയ്യുമ്പോൾ പോലും അതിനെ ഓവർകം ചെയ്ത് ശ്രദ്ധിക്കാനായിട്ട് അയാൾക്ക് പറ്റുന്നുണ്ട്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് an attention, okay, and this attention which has to be focused on the bowler.
ഓടി വരുന്ന ബോളറിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഈ അറ്റൻഷൻ ഉണ്ടല്ലോ, അതിന് നിങ്ങളെ സഹായിക്കുക പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. ഇങ്ങനെ പറയുമ്പോൾ ഇതിനകത്തൊരു അപകടമുണ്ട്, അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യാം. ഈ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിഡക്ഷനിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരു ബ്രെയിൻ സ്റ്റേറ്റ് ഇന്നതിന് റെസ്പോൺസിബിൾ ആണ് എന്ന് ഞാൻ പറയുന്നു. സത്യത്തിൽ ഇതിങ്ങനെയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രെയിൻ സ്റ്റേറ്റിൻ്റെ മാത്രം പ്രവർത്തനം കൊണ്ടല്ല ഒരു കാര്യം നടക്കുന്നത്. പക്ഷേ ഇൻ ജനറൽ ഇതാണ് ഈ പറയുന്ന സാധനം ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എന്ന് പറയാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി അറ്റൻഷൻ തരുന്നതും, അറ്റൻഷൻ തന്നാൽ മാത്രം പോരാ, നേരത്തെ നിങ്ങൾ ഉണ്ടാക്കിയ മെൻ്റൽ മാപ്പിൻ്റെ ഡിസ്റ്റർബൻസ് വരാതെ നോക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഓസ്ട്രേലിയൻ ടൂറാണ് നടക്കുന്നതെങ്കിൽ പുറകിൽ നിന്ന് വിക്കറ്റ് കീപ്പറും സ്ലിപ്പിലുള്ള മനുഷ്യരും അവർക്ക് പറയാൻ കഴിയാവുന്ന, ആലോചിക്കാൻ കഴിയാവുന്ന എല്ലാ വൃത്തികേടുകളും ബാറ്റ്സ്മാനോട് പറയുന്നുണ്ട്. ഓക്കെ, ആ സമയത്ത് ആ പ്രഷറിൽ വീണു പോകാൻ പാടില്ല. സിനദൻ സിദാന് പറ്റിപ്പോയത് അതാണ്. ഒരു പ്രൊഫഷണൽ പ്ലെയർ എന്തിനെയൊക്കെ ഓവർകം ചെയ്യണം എന്നുള്ളത് കൂടിയാണ്. അതായത് ഈ പുറകിൽ നിന്ന് സ്ലഡ്ജിങ് എന്ന് പറയുന്ന ഗെയിമിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഏരിയയിൽ പുറകിൽ നിന്ന് നിങ്ങളുടെ അറ്റൻഷൻ കളയാൻ വേണ്ടി പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിനെ എല്ലാം ഫിൽട്ടർ ചെയ്ത് നിങ്ങളുടെ അറ്റൻഷൻ എന്തിലേക്ക് മാത്രം ഫോക്കസ് ആവേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലെയറിൻ്റെ അറ്റൻഷൻ എന്തിലേക്ക് മാത്രം ഫോക്കസ് ആവേണ്ടതുണ്ട്, ഓടി വരുന്ന ബോളറിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ആവേണ്ടതുണ്ട്. ഇത് കൂടാതെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് എറോസലിലും ഒരു റോൾ പ്ലേ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അമിഗ്ദലയാണ് എറോസലിൻ്റെ ഒരു മേജർ കമ്പോണൻ്റ് എന്ന് പറഞ്ഞെങ്കിലും പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനും ഇതിനകത്ത് ഒരു റോളുണ്ട്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബോളറിൽ നിന്നും നിങ്ങളുടെ അറ്റൻഷൻ മാറേണ്ടതുണ്ട്. സോ യു ഹാവ് ടു ഡിസ്എൻഗേജ് ദി അറ്റൻഷൻ ഫ്രം ബ്രെറ്റ്ലി ടു ദ ബോൾ. അയാൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ബോളിൻ്റെ സീമിലേക്ക് അറ്റൻഷൻ മാറേണ്ടതുണ്ട്. ഓക്കെ, വളരെ എളുപ്പമല്ല ഈ പ്രോസസ്സ്. ഓക്കെ, അറ്റൻഷൻ സ്കീമ തിയറിയിലൊക്കെ എനിക്ക് തോന്നുന്നു വിശ്വനാഥ് ഡോക്ടർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അറ്റൻഷൻ സ്കീമ തിയറിയിലൊക്കെ അവർ പറയുന്നതും അത്ഭുതപ്പെടുന്നതും ഇതിനെക്കുറിച്ചാണ്. എങ്ങനെയാണ് വളരെ എളുപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളൊരു പ്രോസസ്സിൽ നിന്നും ഫോർഗ്രൗണ്ടിലേക്കുള്ളൊരു പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് അറ്റൻഷൻ മാറ്റാനായിട്ട് പറ്റുക. അപ്പോൾ അത് ചെയ്യാനാണ് അടുത്ത ജോലി. അപ്പോൾ ഒരു ബോളർ ഓടി വന്ന് ബോൾ ചെയ്യുന്നതിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ്. ബോളറിൽ നിന്ന് അറ്റൻഷൻ ഡിസ്എൻഗേജ് ചെയ്ത ശേഷം ആ അറ്റൻഷൻ മുഴുവൻ ബോളിലേക്ക് റീഓറിയൻറ്റ് ചെയ്യണം. ഈ ബോളിലേക്ക് റീഓറിയൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒക്കുലർ മസിൽസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കണ്ണിനെ അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റണം. ഓക്കെ, കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ആ ബോളർ എപ്പോഴാണ് ആ ബോൾ റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കണം. ബോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് സീം മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നറിയണം. അപ്പോൾ ഇതെല്ലാം അറ്റൻഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ഘട്ടത്തിനിടയിൽ ഒരുപാട് എൻഗേജ്മെൻറ്റും ഡിസ്എൻഗേജ്മെൻറ്റും നടക്കുന്നുണ്ട്. ബോളിൻ്റെ സീമിൽ നിന്നും ബോൾ റിലീസ് ചെയ്യുന്ന പൊസിഷനിലേക്ക്, അതിൻ്റെ ടൈമിലേക്ക്, അതിനുശേഷം സീമിൻ്റെ മൂവ്മെൻറ്റിലേക്ക് വീണ്ടും ഈ അറ്റൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടതുണ്ട്. അതിനനുസരിച്ച് നിങ്ങളുടെ സെൻസറി ഇൻപുട്സ് മാറണം. അതിനനുസരിച്ച് നിങ്ങളുടെ സെൻസറി ഓർഗൻസിന് അതിനനുസരിച്ച് ട്യൂൺ ചെയ്യേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസെൻഗേജ്മെൻറ്റിന് സഹായിക്കുന്ന ഭാഗം സാധാരണഗതിയിൽ പോസ്റ്റീരിയർ പാരിറ്റൽ ലോബാണ്. പോസ്റ്റീരിയർ പാരിറ്റൽ കോർട്ടെക്സിൻ്റെ സഹായത്തോടു കൂടിയാണ് ബോഡിയുടെ പോസ്റ്റീരിയർ പാരിറ്റൽ ലോബാണ് നിങ്ങളെ ഈ പാർട്ട് ഓഫ് ദ ബ്രെയിൻ വളരെ രസകരമായൊരു പാർട്ടാണ്. ഇതാണ് നിങ്ങളെ പ്രപഞ്ചത്തിൽ നിങ്ങളുടെ സ്ഥാനം തീരുമാനിക്കാൻ സഹായിക്കുന്നത്. ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഓഡിറ്റോറിയം വേർ ആം ഐ എന്ന ചോദ്യത്തിൽ എനിക്ക് ഉത്തരം തരുന്നത് സത്യത്തിൽ ഈ പോസ്റ്റീരിയർ പാരിറ്റൽ കോർട്ടെക്സ് ആണ്. അതനുസരിച്ചാണ് ഞാൻ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ മെൻ്റൽ പിക്ചർ എൻ്റെ മനസ്സിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പ്രോപ്പർ അല്ലെങ്കിൽ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു സ്റ്റാൻഡ് ഇൻ വൺ പ്ലേസ് ആൻഡ് ഡെലിവർ ദി ടോക്ക്. ഞാൻ അതിനനുസരിച്ച് ഈ പറയുന്ന സാധനം ശരിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ബാറ്റ്സ്മാനെ സംബന്ധിച്ചിടത്തോളം അയാൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയാൾ ഒരു പൊടിക്ക് ഓൺ സൈഡിലോട്ടോ ഓഫ് സൈഡിലോട്ടോ മാറിയാണ് നിൽക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ എക്സ്പോസ് ഹിസ് വിക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ അത് പാടില്ല. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എൻവയോൺമെൻറ്റ് അയാളുടെ പൊസിഷൻ എവിടെയാണ് എന്ന് അയാളെ മനസ്സിലാക്കി കൊടുക്കുന്നതും അതേപോലെ അറ്റൻഷൻ ഡിസ്എൻഗേജ്മെൻറ്റ് നടത്തേണ്ടതും പോസ്റ്റീരിയർ പാരിറ്റൽ കോർട്ടെക്സിൻ്റെ ജോലിയാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാം. ഓക്കെ, ഇതിനുശേഷം വീണ്ടും അറ്റൻഷൻ വരണം. അപ്പോൾ നമ്മൾ വീണ്ടും പഴയ സ്ലൈഡിലോട്ട് പോകും. നിങ്ങളുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആ നഷ്ടപ്പെട്ട അറ്റൻഷന് പകരം പുതിയ കാര്യത്തിലേക്ക് അറ്റൻഷൻ കൊണ്ടുവരേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടാമത്തെ സ്റ്റേജാണ് എറൗസൽ എന്ന് പറഞ്ഞ സ്റ്റേജ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റേജ് ഓറിയൻറ്റേഷനാണ്. ഈ സമയത്ത് ബോൾ റിലീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ബോൾ റിലീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോളറിൻ്റെ കയ്യിൽ നിന്ന് ബോൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്റ്സ്മാനെ തന്നെ ഒന്ന് റീഓറിയൻറ്റ് ചെയ്യും. നിങ്ങൾ നോക്കിയാൽ മതി. ഏറ്റവും നല്ല എക്സാമ്പിൾ ബ്രെയിൻ ലാറയാണ്. ലാറയുടെ ഫുട് വർക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ലാറ കളിക്കുന്നതിന് മുമ്പ് വല്ലാതെ മൂവ് ചെയ്യും. ഓക്കെ, അത് അയാൾ കൃത്യമായിട്ടുള്ള ഓറിയൻറ്റേഷനിലേക്ക് അയാളുടെ മസിൽസിനെയും ബോഡി പാർട്സിനെയും കൊണ്ടുവരലാണ്. വിച്ച് വിൽ ഗിവ് ഹിം മോർ അറ്റൻഷൻ, മോർ ഫോക്കസ് ടു ദി ബോൾ. അത് കൊണ്ടുവരാൻ വേണ്ടിയാണ് അയാൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ചില മനുഷ്യർ എപ്പോഴും ഒന്ന് ബാക്ക് ഫുട്ടിലേക്ക് ഇറങ്ങിയ ശേഷം
കളിക്കാറുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ഓറിയൻറ്റേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് മുഴുവൻ കോർഡിനേറ്റ് ചെയ്യപ്പെടണം. ഈ മൂവ്മെൻറ്റ് മുഴുവൻ കോർഡിനേറ്റ് ചെയ്യപ്പെടേണ്ടത് മോട്ടോർ കോർട്ടെക്സിൻ്റെ പ്രധാന ജോലികളിലൊന്നാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതിനകത്തൊക്കെ ചെറുതല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ ന്യൂറൽ സിഗ്നലിലെല്ലാം ഭയങ്കരമാംവിധം നോയ്സ് ഉണ്ട്. നമ്മൾ ഈ പറയുന്നത് പോലെ ഇങ്ങനെ വളരെ പ്രിസൈസ് ആയിട്ട് ഒരു ന്യൂറൽ സിഗ്നൽ പോകുന്നില്ല. ന്യൂറൽ സിഗ്നൽസ് ഇങ്ങനെ ഫയർ ചെയ്യുന്നു, അതിനകത്ത് ഒരുപാട് നോയ്സ് ഉണ്ട്. ആ നോയ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മസിൽ മൂവ്മെൻറ്റ്സിലും എല്ലാം നോയ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ടേബിളിൽ നിന്ന് ഒരു കപ്പ് ചായ എടുത്ത് കുടിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങളുടെ ജീവിതത്തിൽ എണ്ണമറ്റ പ്രാവശ്യം ചെയ്തൊരു കാര്യമാണ്. പക്ഷെ ഒറ്റ പ്രാവശ്യം പോലും നിങ്ങളത് അതേപടി ആവർത്തിച്ചിട്ടില്ല. ഒരൊറ്റ പ്രാവശ്യം പോലും നിങ്ങളുടെ മൂവ്മെൻറ്റ് എക്സാക്ട്ലി സെയിം അല്ല. ദർ ഈസ് ഓൾവേസ് വേരിയേഷൻ. ഓക്കെ, ആ വേരിയേഷൻ എന്ന് നോയ്സിൻ്റെ ഭാഗമാണ്. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക ഷൂട്ടിംഗ് ഗെയിംസിലാണ്. ഈ നോയ്സ് വെച്ചുകൊണ്ട് നന്നായിട്ട് ട്രെയിൻ ചെയ്ത ഒരു കളിക്കാരൻ ആ നോയ്സിനെ ഓവർകം ചെയ്യാനല്ല ശ്രമിക്കുന്നത്, ആ നോയ്സ് മനസ്സിലാക്കുകയും ആ നോയ്സിനനുസരിച്ച് ഡയറക്ഷൻ കണ്ടുപിടിക്കുകയും ഫയർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു ഷൂട്ടിംഗ് ഗെയിമിൽ ഒരു എക്സ്പേർട്ട് നടത്തുന്നത് സത്യത്തിൽ ഈ നോയ്സ് റെക്കഗ്നിഷനാണ്. ഓക്കെ, അപ്പോൾ ഈ നോയ്സ് റെക്കഗ്നിഷൻ ഉണ്ടെന്ന് എല്ലാ നല്ല കളിക്കാരും അറിയുന്നുണ്ട്. അവർ ചിലപ്പോൾ ഇത് ഈ രീതിയിലായിരിക്കില്ല അറിയുന്നത്. അവർക്കറിയാം എത്ര സമയത്തിനുള്ളിൽ കൈ എങ്ങനെ മൂവ് ചെയ്താലാണ് കൃത്യം പൊസിഷനിൽ വരിക എന്ന്. അത് ആ നോയ്സിനെ ഓവർകം ചെയ്യാൻ ഓരോരുത്തരും പേഴ്സണലി ഉണ്ടാക്കിയെടുക്കുന്ന ഹാബിറ്റ്സാണ്. ഓക്കെ, അപ്പോൾ ഈ നോയ്സ് ഉള്ള ഒരു സിഗ്നലിൽ നിന്നും നിങ്ങളുടെ മസിൽസിലേക്ക് പ്രോപ്പർ സിഗ്നലിംഗ് പോകണം, എങ്ങനെയാണ് കൈ പ്ലേസ് ചെയ്യേണ്ടതെന്നും. ഓക്കെ, ഈ ക്രിക്കറ്റിൻ്റെ സെലക്ഷന് പോയിട്ടുള്ളവർക്കറിയാം നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നതെന്നും, അപ്പോൾ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഷോൾഡറിൻ്റെ ആംഗിൾ എന്താണെന്നും നിങ്ങളുടെ പൊസിഷൻ എന്താണെന്നും നിങ്ങളുടെ ഫ്രണ്ട് ഫുട്ടും ബാക്ക് ഫുട്ടും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നുള്ളതൊക്കെ ക്രിക്കറ്റിലെ പോയിൻറ്റ്സ് ആണ്. നിങ്ങളെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള പോയിൻ്റാണ്. ഓക്കെ, 24 പോയിൻറ്റിൽ 8 വീതം പോയിൻറ്റുകളാണ് ഞാൻ ഈ പറഞ്ഞ 3 നിങ്ങളുടെ ഷോൾഡറിൻ്റെ ആംഗിൾ, നിങ്ങളുടെ കാലുകൾക്കിടയിലുള്ള അകലം, നിങ്ങളുടെ കൈയുടെ ഗ്രിപ്പ് എങ്ങനെയാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ മസിൽസിനെ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും എളുപ്പം ഒരു ബോൾ വരുന്നതനുസരിച്ച് ഓറിയൻറ്റ് ചെയ്യാനും അത് നിങ്ങളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബാറ്റ്സ്മാനെ സഹായിക്കുന്നത് അയാളുടെ മോട്ടോർ കോർട്ടെക്സ് ആണ്. ഓക്കെ, ആൻഡ് ദെൻ കംസ് ഡിറ്റക്ഷൻ ഓഫ് ദ ബോൾ. ഇതാണ് ഏറ്റവും രസകരമായ അവസ്ഥ. ഈ ബോൾ റിലീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു, ബോൾ ഏത് പിച്ചിൻ്റെ എവിടെ വെച്ച് റിലീസ് ചെയ്യപ്പെട്ടു എന്ന് നമുക്കറിയാം, എത്ര ഹൈറ്റിലാണ് റിലീസ് ചെയ്യപ്പെട്ടതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് വേണ്ടി ഡിറ്റക്ഷനാണ് ഉപയോഗിക്കുക. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ തമാശ ഉള്ളത്. 5 അടിക്ക് ഇപ്പുറത്തേക്ക് നമുക്ക് കാഴ്ചയൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? അപ്പോൾ ഏത് നല്ല കളിക്കാരനും ചെയ്യുന്നത് സത്യത്തിൽ പ്രിസൈസായിട്ട് ഹിറ്റ് ചെയ്യുകയൊന്നുമല്ല, അയാൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു നല്ല കളിക്കാരനും ഒരു മോശം കളിക്കാരനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഒരു നല്ല കളിക്കാരന് ബോൾ എവിടെ വെച്ച് റിലീസ് ചെയ്യപ്പെടുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും, ആ ബോൾ എവിടെ പിച്ച് ചെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും, ആ ബോൾ ഏത് വശത്തോട്ട് മൂവ് ചെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അയാളുടെ അറ്റൻഷൻ സാധാരണഗതിയിൽ പോവുക സീമിൽ നിന്ന്, ഓക്കെ, ബോൾ പിച്ച് ചെയ്യാൻ സാധ്യതയുള്ള റീജിയനിൽ നിന്ന് ബോൾ വരാൻ സാധ്യതയുള്ള റീജിയനിലേക്കാണ്. അപ്പോൾ ഒരു 3 പോയിൻ്ററായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാം. ഫ്രം ദി സീം ടു ദ പിച്ച് ടു വേർ ദ ബോൾ വിഡ് ലാൻഡ്. ബോൾ എവിടെ എത്തും എന്ന് അയാൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ പ്രഡിക്ഷൻ്റെ ഭാഗമായിട്ടാണ് അയാൾ ഹിറ്റ് ചെയ്യുന്നത്. ഇനി ഹിറ്റ് എക്സിക്യൂഷനിലേക്ക് വരാം. പക്ഷേ ഈ ഡിറ്റക്ഷൻ നടക്കുമ്പോൾ ഏത് സെൻസറി ഓർഗനിലൂടെ നിങ്ങൾ സെൻസറി ഇൻപുട്ട് എടുത്താലും അതെല്ലാം നേരെ പോവുക തലാമസിലേക്കാണ്. തലാമസ് ഒരു വലിയ ഗ്രാൻഡ് സ്റ്റേഷനാണ്. തലാമസിൽ ചെന്ന ശേഷമാണ് അത് എങ്ങോട്ട് പോകണം എന്നുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, ഞാനത് 1 by 1 ആയിട്ടാണ് പറയുന്നതെങ്കിലും ഇതെല്ലാം സൈമിൾട്ടേനിയസ്ലി ഒരു കോൺസേർട്ട് പോലെയാണ് നടക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. ആദ്യം പാട്ട് പാടിയ ശേഷം വയലിൻ വായിച്ച ശേഷം തബലയിലേക്കല്ല, ദിസ് ഹാപ്പൻ സൈമിൾട്ടേനിയസ്ലി. പക്ഷേ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് എളുപ്പം പറയാൻ വേണ്ടി ഇങ്ങനെ പറയുന്നു എന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ തലാമസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റ് റീജിയനിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ബോൾ കണ്ട് നിങ്ങളുടെ ബോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മോട്ടോർ കോർട്ടെക്സിനെ അലാം ചെയ്യുന്നതിൻ്റെ പ്രധാന ആൾ തലാമസാണ്. അപ്പോൾ മിക്കവാറും കളിക്കാരെല്ലാം തന്നെ ഈ പ്രഡിക്ഷൻ വളരെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതിൽ തന്നെ ഏറ്റവും നന്നായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നല്ല കളിക്കാർ. അത് മെസ്സി ആയാലും ശരി, സച്ചിൻ ആയാലും ശരി. അവരുടെ ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടും ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടും അവർക്കറിയാം ബോൾ എവിടെയാണ് വരാൻ പോകുന്നതെന്ന്. ഓക്കെ, ആ മെൻ്റൽ മാപ്പിൻ്റെ സഹായത്തോടുകൂടി നല്ല രീതിയിൽ മെൻ്റൽ മാപ്പ് ഫോം ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. ആ മെൻ്റൽ മാപ്പ് ഉള്ള സ്ഥിതിക്ക് ബോൾ എവിടെയാണ് വരുന്നതെന്നും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബോഡി എങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്യേണ്ടതെന്നും, എങ്ങോട്ടാണ് ഷോട്ട് പ്ലേസ് ചെയ്യേണ്ടതെന്നും വളരെ ക്ലിയറായിട്ട് ഈ പറയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഇനി ഇത് കൂടാതെ ഈ റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസിൽ പലപ്പോഴും ബേസ്ബോളിലാണ് ഈ സ്റ്റഡീസൊക്കെ നടന്നിട്ടുള്ളത്. കാരണം അവിടെയാണ് പൈസയുള്ളത്, അവിടെയാണ് ഇതിനുള്ള ഫെസിലിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബേസ്ബോൾ കളിക്കുന്ന മനുഷ്യരെ ലൈവായിട്ട് മോണിറ്റർ ചെയ്തിട്ടുണ്ട് EEG ഉപയോഗിച്ച്. അപ്പോൾ ആ സമയത്തെല്ലാം തന്നെ അവർ ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് പോലെയുള്ള ആക്ടിവിറ്റി കൂടി ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബട്ട് വളരെ സോളിഡ് അല്ല, കുറച്ച് റിപ്പോർട്ട്സേ ഉള്ളൂ. അതായത് നമ്മൾ കളിച്ചു തുടങ്ങുന്ന കാലത്ത് ഒരു കോച്ച് നമ്മളോട് പറയുന്നത് പോലെ
ഇത് എന്താ പറയുക, ഈ ഇൻസ്ട്രക്ഷൻസ് പറയപ്പെടുന്ന കൂടിയുണ്ട്, എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ പറയപ്പെടുന്ന കൂടിയുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് ഈ ഫ്യൂസിഫോം ഗൈറസ്. ഈ ഫ്യൂസിഫോം ഗൈറസ് ആണ് പലപ്പോഴും ഇതിനൊരു ഇമോഷണൽ ഒരു ടച്ച് കൂടി കൊടുക്കുന്നത്. ഐ കം ബാക്ക് ടു ഫ്യൂസിഫോം ഗൈറസ് ഇൻ എ ലിറ്റിൽ വൈൽ ആൻഡ് കം ടു എക്സിക്യൂഷൻ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ആർ റെഡി ടു എക്സിക്യൂട്ട് ദ ഷോട്ട്. ഇനി ഇതിൽ തമാശ എന്താ വെച്ചാൽ, ഈ ഷോട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം, നല്ല സ്പീഡിൽ വരുന്നൊരു ബോളിനെ അടിച്ച് പായിക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു പവർ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്വിങ് എത്ര നേരത്തെ തുടങ്ങണം, നിങ്ങളുടെ ബാറ്റിൻ്റെ സ്വിങ് എത്ര നേരത്തെ തുടങ്ങിയാലാണ് നിങ്ങൾക്ക് ഈ ബോളിനെ ഒന്ന് അടിച്ചകറ്റാനായിട്ട് പറ്റുക. ഞാനീ പറയുന്ന ഒരു 250-300 മില്ലി സെക്കൻഡിനുള്ളിൽ ബോൾ പിച്ച് ചെയ്യുന്നതിനെ ശ്രദ്ധിച്ച ശേഷം ബോൾ വന്നിട്ടാണ് നിങ്ങൾ സ്വിങ് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ യു ആർ ഡൺ. ഓക്കെ, ആ ബോൾ നിങ്ങളെ കടന്നു പോകും. ബോൾ ഒന്നില്ലെങ്കിൽ വിക്കറ്റ് കൊണ്ടുപോകും, അല്ലെങ്കിൽ നിങ്ങളുടെ ബാറ്റ് അവിടെ എത്തുന്നതിന് മുമ്പേ ബോൾ കടന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ അവിടെയാണ് പലപ്പോഴും ടൈമിംഗ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെക്കുറിച്ച് ആൾക്കാർ പറയുക. അവിടെയാണ് ഈ റിയാക്ഷൻ ടൈം, അല്ലേ, റിയാക്ഷൻ ടൈം എന്ന വിഷയത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു വൈശാഖിനി അടുത്ത് സള്ളി എന്ന സിനിമയെക്കുറിച്ച് മെൻഷൻ ചെയ്തുകൊണ്ട് റിയാക്ഷൻ ടൈമിനെക്കുറിച്ച് എഴുതിയിരുന്നു. പക്ഷേ ഈ റിയാക്ഷൻ ടൈം ഈ കേസിൽ എല്ലാവർക്കും സെയിം ആണ്. കാരണം എല്ലാവരും കളിക്കുന്നത് 22 യാർഡ് പിച്ചിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു 400 മില്ലി സെക്കൻഡിനുള്ള സമയമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ പലപ്പോഴും ബോൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ അടിക്കണോ വേണ്ടയോ എന്ന തീരുമാനം ഒരു ബാറ്റ്സ്മാൻ എടുത്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ അല്ലാതെ ഒരു ബോള് ബൗണ്ടറിയിലേക്ക് പോട്ടെ, ബാറ്റും ബോളും തമ്മിൽ മുട്ടുക എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ ക്രിക്കറ്റിലൊരു അത്ഭുതമാണ്. പ്രതിഭയൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ 100-150 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ബോളിൽ ബാറ്റ് മുട്ടിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ പറഞ്ഞ ഒരു അത്ഭുതമാണ്. കാരണം ബോൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വിങ് ചെയ്ത് തുടങ്ങിയാലേ, നിങ്ങൾ സ്വിങ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മസ്കുലർ മോഷൻ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, നിങ്ങൾ സ്വിങ് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ ആ ബോളിനെ അടിച്ചകറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസസ് ഇതിലൊരു വലിയ ലെവലിൽ പ്രഡിക്ഷൻ ഇൻവോൾവ് ആണ്. ആ പ്രഡിക്ഷൻ അച്ചീവ് ചെയ്യലാണ് സത്യത്തിലൊരു നല്ല കളിക്കാരനെ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞില്ല, ഇനി ഇതിനകത്ത് തന്നെ എങ്ങനെയാണ് ഈ പ്രഡിക്ഷൻ നടത്താൻ പറ്റുക എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് ഫ്യൂസിഫോം ഗൈറസും ഹിപ്പോ ക്യാമ്പസും വല്ലാത്ത രീതിയിൽ നമ്മളെ സഹായിക്കുന്നത്. രസകരമായൊരു സ്റ്റഡി ലണ്ടനിൽ ടാക്സി ഓടിക്കുന്ന മനുഷ്യരുടെ ബ്രെയിനിൽ നടന്നിട്ടുണ്ട്. ലണ്ടനിൽ ടാക്സി ലൈസൻസ് കിട്ടാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ 10-22,000 വഴികൾ പഠിച്ചു വെക്കണം, സൈൻ ബോർഡും കാര്യങ്ങളും കൂടാതെ 22,000-ഓളം സ്റ്റോപ്പുകൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഈ മനുഷ്യരെ ഇവർ ട്രെയിനിങ് തുടങ്ങുന്ന കാലം മുതൽ ഇവർ ഡ്രൈവറായിട്ട് ജീവിക്കുന്ന കാലം വരെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തതിൽ നിന്ന് ഇവരുടെ ഹിപ്പോ ക്യാമ്പസിന് വല്ലാത്ത സൈസ് ഡിഫറൻസ് ഉണ്ട് എന്ന് ഇന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മെമ്മറി പലപ്പോഴും ഇതിനകത്തൊരു വലിയ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് നല്ല കളിക്കാരനും സത്യത്തിൽ ചെയ്യുന്നത് ഇതിന് മുമ്പ് ബ്രെറ്റ്ലി ബോൾ ചെയ്തപ്പം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അയാൾക്ക് ധാരണയുണ്ട്. ഏത് പൊസിഷനിൽ വെച്ച് ബോൾ റിലീസ് ചെയ്യുമ്പോൾ എവിടെയാണ് ബോൾ സാധാരണ പിച്ച് ചെയ്യാറെന്നും എവിടെയാണ് ബോൾ വരാറെന്നും അയാൾക്കൊരു ഏകദേശ ധാരണയുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ട്രെയിനിങ്ങിൻ്റെ എല്ലാം ഒരു പ്രധാന ഏർപ്പാടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവരുടെ പഴയ വീഡിയോസ് കാണുക എന്നുള്ളതാണ്. ഒരുമാതിരിപ്പെട്ട പ്ലെയേഴ്സ് എല്ലാം ഹെഡ്ഫോണും വെച്ച് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കലാണ് ഒരു മെയിൻ പണി. അതിനുള്ളൊരു കാരണം ഇതാണ്, ഇതിങ്ങനെ സ്റ്റഡി ചെയ്ത് നിങ്ങളുടെ വർക്കിംഗ് മെമ്മറിയുടെ ഭാഗമാക്കിയാൽ മാത്രമേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രഡിക്ഷൻ എന്ന് പറയുന്ന സാധനം നടക്കുള്ളൂ. ഓക്കെ, ഇനി ഇതിനകത്ത് നിങ്ങളുടെ ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളമാണോ അത്രത്തോളം നല്ലതായിരിക്കും നിങ്ങളുടെ എക്സിക്യൂഷൻ. ഓക്കെ, അപ്പോൾ പാകിസ്ഥാനെതിരെ കളിക്കുന്നത് പോലെയല്ല ബംഗ്ലാദേശിനെതിരെയോ ശ്രീലങ്കയ്ക്കെതിരെയോ കളിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ നേരിടുന്ന സമ്മർദ്ദം. ഓക്കെ, പാകിസ്ഥാനെതിരെ മോശമായിട്ട് കളിക്കാൻ നമുക്ക് അവകാശമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഇമോഷണൽ ബാഗേജ് കൂടിയുണ്ട്. ആ ഒരു ഇമോഷണൽ ബാഗേജ് കൂടി വന്നാൽ മാത്രമേ ഈ പിക്ചർ കംപ്ലീറ്റ് ആവുള്ളൂ. ഇത് കൂടാതെ ഇങ്ങനെ ചെയ്താൽ അയാൾക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് ഉണ്ടാവേണ്ടതുണ്ട്. ആ റിവാർഡ് എന്ത് വേണേ ആവാം. ഏറ്റവും നല്ല കളിക്കാരന് കളിക്കുന്നതാണ് റിവാർഡ്. താഴോട്ട് വരുന്തോറും കയ്യടി പോലും റിവാർഡായിട്ട് മാറും. ഞാനീ പറഞ്ഞത് ഒരു സ്കെയില് വെച്ച് അളക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഒരു നല്ല കളിക്കാരന് ആളുകളുടെ കയ്യടിയോ അപ്രിസിയേഷനോ അല്ല റിവാർഡ്. അയാൾ ആ ഷോട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അയാളുടെ റിവാർഡ്. അവിടെ റിവാർഡ് കണ്ടെത്തുന്നവരാണ് ഏറ്റവും നന്നായിട്ട് ഷോട്ട് പ്ലേ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇൻ്റർവ്യൂസിൽ സച്ചിൻ അത് പറഞ്ഞിട്ടുണ്ട്. കളിക്കാൻ നേരത്ത് ആളുകൾ കൈയടിക്കുന്നതിനെക്കുറിച്ചോ സച്ചിനെന്ന് വിളിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും താൻ ബോധവാനല്ല എന്നുള്ളത് അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഒബ്വിയസ്ലി അതൊരു ആഡപ്പ് പോയിൻ്റാണ്. കളിക്കുന്ന സമയത്ത് ആ ഷോട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ളത് മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടാവുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ രസകരമായൊരു ഇൻ്റർവ്യൂവിൽ ആദ്യത്തെ 10 പ്രയോറിറ്റി എഴുതാൻ പറഞ്ഞപ്പം സച്ചിൻ എഴുതിയ 10 പ്രയോറിറ്റി 10ഉം ക്രിക്കറ്റായിരുന്നു എന്നുള്ളത്
ഇതിൻ്റെ കൂട്ടത്തിൽ വായിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് എത്രത്തോളം ഫോക്കസ്ഡ് ആണ്, എവിടെയാണ് നിങ്ങളുടെ റിവാർഡ് നിങ്ങൾ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ ടെഗ്മെൻ്റൽ ഏരിയയിൽ നിന്ന് നിങ്ങളുടെ ന്യൂക്ലിയസ് എക്യുപ്മെൻറ്റ്സിലേക്ക് ഡോപ്പമീൻ റിലീസ് ചെയ്യാനുള്ള ട്രെയിനിങ് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ബേസിക്കലി റിവാർഡ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിലേക്ക് എന്താ പറയുക, ഡോപ്പമീൻ്റെ സർജ് ഉണ്ടാക്കലാണ് റിവാർഡ് എന്ന് പറയുന്നത്. ഇതിന് ഡോപ്പമീൻ പാത്ത് വേസ് ഒക്കെ ഉണ്ട്, പല ടോക്കുകളിലായിട്ട് പലരും സംസാരിച്ചിട്ടുള്ളതാണ്. ബേസിക്കലി നിങ്ങളുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ ഭാഗത്തോട്ട് എന്താ പറയുക, ഡോപ്പമീൻ ഫ്ലോ ഉണ്ടാവണം. അപ്പോൾ അത് എങ്ങനെ, അതൊരു ട്രെയിനിങ്ങിൻ്റെ കൂടെ ഭാഗമാണ്. അത് എവിടെയാണ് വേണ്ടത്, ഏത് സ്ഥലത്താണ് വേണ്ടതെന്നുള്ള കൂടി ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഷോർട്ട് എക്സിക്യൂഷനിലാണ് നിങ്ങൾ നിങ്ങളുടെ റിവാർഡ് കണ്ടെത്തുന്നതെങ്കിൽ യു ബേസിക്കലി ബിക്കം എ ക്ലാസ് എ പാർട്ട്. ഓക്കെ, അതല്ലാതെ അതിന് ശേഷം കിട്ടാൻ പോകുന്ന കാര്യങ്ങളിലാണെങ്കിൽ യു ബിക്കം എ ക്ലാസ് ഡൗൺ. ഓക്കെ, ആൻഡ് മേ ബി ഐ ക്യാൻ ആഡ് വൺ മോർ പോയിൻറ്റ്, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു പേഴ്സണലി നെയിം എനിബഡി. ഇപ്പോൾ സച്ചിൻ്റെ കൂടെ തന്നെ കളിച്ചു തുടങ്ങിയ മറ്റൊരു വിഖ്യാത കളിക്കാരനുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് ഫീൽഡിൽ ലൂസ് ഔട്ടായി പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ പ്രഷർ സിറ്റുവേഷൻ അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഹൈ പ്രഷർ സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് പറ്റുന്ന അദ്ദേഹത്തിൻ്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഏരിയയിൽ മോസ്റ്റ് പ്രോബബിളി എന്താ പറയുക, ആൽഫ വേവ്സിൻ്റെ ഒരു സർജ് ഉണ്ടാവണം ഇന്നത്തെ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിവാർഡ് കിടക്കുന്നത് ഈ പറഞ്ഞ ഷോർട്ട് എക്സിക്യൂഷനിലല്ല എന്നുള്ളതാണ് കാണികൾ കൂവുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി മാറുന്നത്. ഓക്കെ, അഗെയിൻ ആസ് ഐ മെൻഷൻ, സിംഗിലേറ്റ് കോർട്ടെക്സ് വെച്ചിട്ട് നിങ്ങളുടെ എന്താ പറയുക, ഇമോഷൻ, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നിങ്ങളുടെ ഇമോഷണൽ റെസ്പോൺസ് പലപ്പോഴും ഇതിനെ വലിയ രീതിയിൽ ബാധിക്കാറുണ്ട്. അപ്പോൾ സത്യത്തിൽ സച്ചിൻ ബ്രെറ്റ്ലിയെ കളിക്കാൻ നേരത്ത് ഒരു ഫോട്ടോൺ, എനിക്ക് തോന്നുന്നു ഫിസിക്സിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എ ഫോട്ടോൺ വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ യുവർ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, അത് നിങ്ങളുടെ റെറ്റിനയിലുള്ള ഗാംഗ്ലിയോൺ നെർവ്സിനകത്തുകൂടി കയറി 10 മില്യൺ നെർവ് സെൽസ് കിടക്കുന്നു, ന്യൂറോൺസ് കിടക്കുന്നു, അതിനകത്തുകൂടി കയറി പോയിട്ട് എന്താ പറയുക, നിങ്ങളുടെ കോർട്ടെക്സിൽ വന്ന് തലാമസിൽ വന്ന് തലാമസിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലോട്ടൊക്കെ പോയി, ഒസിപിറ്റൽ ലോബിലേക്ക് പോയി, പാറ്റൽ ലോബിലേക്ക് പോയി, അതേപോലെ നിങ്ങളുടെ എന്താ പറയുക മോട്ടോർ കോർട്ടെക്സിൽ വന്ന് ഈ ഡിസിഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങൾ എത്ര ഷോർട്ട് ടൈമിൽ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല കളിക്കാരനായിരിക്കും നിങ്ങൾ. എത്ര ഷോർട്ട് ടൈമാണോ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുക, ഈ എത്ര ഷോർട്ട് ടൈം എന്നുള്ളത് എത്രത്തോളം മെമ്മറി നിങ്ങൾക്കുണ്ട് എന്നുള്ളതിൻ്റെ കൂടി ഭാഗമാണ്. അപ്പോൾ പ്രതിഭ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതിഭ എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഒരു പേഴ്സണൽ എലിമെൻ്റ് കൂടി വരുന്ന സാധനമാണ്. പക്ഷേ പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യർക്ക് അസാധാരണമായ മെമ്മറി ഉണ്ടാവാറുണ്ട്. അസാധാരണമായ മെമ്മറിയാണ് നമ്മൾ അത്ഭുതപ്പെടുത്തിയ എല്ലാ മനുഷ്യർക്കും ഉള്ളത്. റെയിൻമാൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സാവൻ സിൻഡ്രം എന്ന് പറയുന്ന അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശ ധാരണയുണ്ടാകും. പലപ്പോഴും ഓട്ടിസമായിട്ട് ക്ലബ് ചെയ്യാറുണ്ടെങ്കിലും ഓട്ടിസമായിട്ട് ക്ലബ് ചെയ്തില്ലെങ്കിലും സാവൻ സിൻഡ്രം ഉണ്ടാവാറുണ്ട്. ഇഡിയറ്റ് സാവന്ത് എന്ന് പറയുന്ന വളരെ രസകരമായൊരു ബുക്ക് 1983 തോന്നുന്നു. അതിനുശേഷം 2004 ഐലൻഡ്സ് ഓഫ് ജീനിയസ് എന്ന് പറയുന്ന 2 പുസ്തകങ്ങളുണ്ട്. അതിനകത്ത് ഒരുപാട് തരം എക്സാമ്പിൾസ് ഉണ്ട്. ആവേശം കൊണ്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി തലയിടിച്ചിട്ട് ലോകമറിയുന്ന മ്യൂസീഷ്യനായ മനുഷ്യനുണ്ട്. അതായത് നമ്മൾ മ്യൂസിക് എന്ന് പറയുന്നതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഇതൊന്നുമില്ലാതെ വളരെ ബേസിക് ട്രെയിനിങ് മാത്രം, നോട്ട്സ് എവിടെയാണ് എന്ന് മാത്രം അറിയാവുന്ന ഒരാൾ തലയിടിച്ച് സ്വിമ്മിംഗ് പൂളിൽ ഷാലോ ആയിട്ടുള്ള റീജിയനിൽ തലയിടിച്ച് വീണതുകൊണ്ട് മാത്രം ഇന്ന് അംഗീകരിക്കപ്പെടുന്ന മ്യൂസിഷ്യനായിട്ടുണ്ട്. അയാളുടെ 3 ആൽബംസ് വിൽപ്പനയ്ക്കുണ്ട്. ഓക്കെ, അയാൾക്ക് മ്യൂസിക് കാണാൻ പറ്റുന്നു, സിനസ്തേഷ്യ അയാൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു, അയാൾക്ക് മ്യൂസിക് കാണാൻ പറ്റുന്നു. അപ്പോൾ സാവന്ത് അല്ലെങ്കിൽ പ്രതിഭ എന്ന് പറയുന്നതിനെ നമ്മൾ ഒരു സ്ഥലത്തൊക്കെ ചുരുക്കൽ ബുദ്ധിമുട്ടാകും. പക്ഷേ മെമ്മറി എന്ന് പറയുന്നത് ഇതിനൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയൻ ആണ്. അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ മാപ്പ് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി, നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ, ഓക്കെ, മെമ്മറി, പിന്നെ അതിൻ്റെ ഒപ്പം വരുന്ന നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന റിവാർഡ്, നിങ്ങൾക്ക് അതിനകത്തുള്ള ഇമോഷണൽ എന്താ പറയുക ബോണ്ട്, ഇത്രയും സാധനങ്ങളാണ് അയാൾ നല്ല കളിക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ മറ്റുള്ളവരെ പ്രാപ്തനാക്കുന്നത്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഒരു ബോള് കളിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത്? ഈ കളിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണ്. കളിക്കുക എന്ന് പറയുന്നതിനകത്ത് ഇത്രയും ഉണ്ടെങ്കിൽ ബോൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തീരുമാനിക്കണം ഈ ബോൾ കളിക്കാനുള്ളതാണോ അല്ലയോ എന്ന് വെച്ചാൽ നമ്മുടെ മെമ്മറി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ, നമ്മുടെ വർക്കിംഗ് മെമ്മറി നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് മേളിലേക്ക് കൊണ്ടെത്തിക്കാൻ ചെന്നാൽ മാത്രമേ ഒരു ബോൾ കളിക്കണ്ട എന്ന തീരുമാനം എടുക്കാനായിട്ട് പറ്റുള്ളൂ. കളിക്കുക എന്ന തീരുമാനത്തേക്കാൾ ബുദ്ധിമുട്ടാണ് കളിക്കണ്ട എന്ന തീരുമാനം എടുക്കാൻ. ബോളിൽ നമ്മൾ ബാറ്റ് വെക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ നമ്മൾ ഒരുപാട് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടതുണ്ട്, ഒരുപാട് കൂടുതൽ മെമ്മറി യൂസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, ഇനി ഒരൊറ്റ സിമ്പിൾ കാര്യം പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സാധാരണഗതിയിൽ ഇൻ ജനറൽ സയൻസിൽ ട്രെയിനിങ് ഉള്ള എന്നെപ്പോലുള്ള ആളുകൾ പൊതുവേ റിഡക്ഷനിസം എന്ന് പറഞ്ഞൊരു അപ്രോച്ചാണ് ഫോളോ ചെയ്യാറ്. ഇതൊരു ഫ്രഞ്ച് പെയിൻറ്ററിൻ്റെ പെയിൻറ്റിംഗ് ആണ്.
മെൻ പ്ലേയിങ് കാർഡ്സ് എന്നാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ പേര്. അപ്പോൾ 2 മനുഷ്യർ ഒരു മേശയിലിരുന്ന് ചീട്ട് കളിക്കുന്നു. അവരുടെ, എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ ആ പെയിൻറ്റിങ് കണ്ടിട്ടുള്ളതുകൊണ്ട്, അവരുടെ തൊട്ട് ബാക്ക്ഗ്രൗണ്ടിലൊരു ജനാലയുണ്ട്, അതിനകത്തൂടി ഒരു സീനറി ഉണ്ട്. ഇത്രയുമാണ് ആ ചിത്രം. ഓക്കെ, ഇതാണ് ഒരു എക്കോ സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കാവുന്ന ഒരു സാധനം. ഇതാണ് ആ പെയിൻറ്റിങ്. ഒരു റിഡക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നമ്മളിതിനെ മനസ്സിലാക്കുക. ഇതിനെ ആദ്യം ഒരു ഇൻട്രാക്ഷൻ സോഷ്യൽ ലെവലിലേക്ക് നമ്മൾ ചുരുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി നമ്മളെടുത്ത് കളയും. എന്നിട്ട് അതിൻ്റെ ഒരു ഇൻട്രാക്ഷൻ സോഷ്യൽ ലെവലിലേക്ക് നമ്മളതിനെ കൊണ്ടുവരും. എന്നിട്ട് വീണ്ടും അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ലെവലിലേക്ക് അതിനെ കൊണ്ടുവരും. എന്നിട്ട് പിന്നെ നമ്മൾ അതിനൊരു സെല്ലുലാർ ബയോളജിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം അതിനൊരു കെമിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം അതിൻ്റെ ഫിസിക്സിൻ്റെ ലെവലിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ഒരു റിഡക്ഷനിസ്റ്റിക് അപ്രോച്ച്. ഓക്കെ, ഇങ്ങനെയുള്ള റിഡക്ഷനിസ്റ്റിക് അപ്രോച്ചിൽ സയൻസിൽ ഈ 2 അപ്രോച്ചുകളും തമ്മിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ക്ലാസിക്കൽ മെക്കാനിക്സുകാരും ക്വാണ്ടം മെക്കാനിക്സുകാരും തമ്മിലാണ് പടവെട്ടിയതെങ്കിൽ ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ എന്നുവെച്ചാൽ കഴിഞ്ഞ ഒരു 12 വർഷമായിട്ട് യുദ്ധം നടക്കുന്നത് എമർജൻറ്റിസം ഫേവർ ചെയ്യുന്ന ആൾക്കാരും റിഡക്ഷനിസം ഫേവർ ചെയ്യുന്ന ആൾക്കാരും തമ്മിലാണ്. ഫ്രാൻസിസ് ക്രിക്കൊക്കെ റിഡക്ഷനിസം ഫേവർ ചെയ്യുന്നു. അതായത് നിങ്ങൾ കാരണം അന്വേഷിച്ച് ഏറ്റവും താഴത്തെ തലത്തിലേക്ക് പോകുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരിച്ചിരി എന്താ പറയുക, സെൽഫ് ബോസ്റ്റിംഗ് ആയി പോകും. എന്നാലും ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന പേരിൽ ഞാൻ ഒരിക്കൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് നട്ടെല്ലുകളുടെ ഹൃദയം അവരുടെ ഇടതുവശത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം തേടി അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ എത്തുന്നത് ഇലക്ട്രോണിൻ്റെ ഒരു ലെഫ്റ്റ് ഹാൻഡഡ്നെസ്സിലേക്കാണ്. എന്ന് വെച്ചാൽ ഒരു വലിയ ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ നട്ടെല്ലുകളിൽ നിന്നും നമ്മൾ ഒരു ഓർഗാനിസത്തിലേക്ക് വരികയും അതിൻ്റെ ഓർഗനിലേക്ക് വരികയും ആ ഓർഗനിൽ നിന്ന് അതിൻ്റെ സെല്ലുലാർ ലെവലിലേക്ക് പോകുകയും, ഞാനൊരു പ്രോട്ടീനിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ പ്രോട്ടീനിന് കാരണം അതിനകത്തുള്ള അമിനോ ആസിഡാണെന്ന് പറഞ്ഞ്, അതായത് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. ഇതൊരു അപ്രോച്ചാണ്. പക്ഷേ ഈ അപ്രോച്ച് പലപ്പോഴും നമ്മളിപ്പോൾ സംസാരിച്ച വിഷയത്തിലൊന്നും വർക്കാവില്ല. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിലെല്ലാം തന്നെ എമർജൻറ്റിസം എന്ന് പറഞ്ഞൊരു അപ്രോച്ചാണ് വർക്കാവുക. അതായത് ആസ് എ ഹോൾ സിസ്റ്റംസ് ബയോളജി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ അപ്രോച്ചിൻ്റെ ഭാഗമായിട്ടാണ്. ഈ അപ്രോച്ചിലൂടെ വേണം ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതെന്ന് ഞാൻ കരുതുന്നു. അതുകൂടി പറഞ്ഞുകൊണ്ട് ഒരു അവസാനത്തെ ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അവസാനത്തെ ചോദ്യം ഇതാണ്: ഇതൊക്കെ ഇങ്ങനെയാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഈ കഥയൊക്കെ കൊള്ളാം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനകത്തൊരു എക്സ്പേർട്ടല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാവും? നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം സ്പോർട്സ് എന്ന് പറയുന്ന ആക്ടിവിറ്റി നടക്കുന്നത് ഫീൽഡിലാണ്, ലാബിനകത്തല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈശാഖൻ അടുത്ത് പറയാൻ പോകുന്ന പല ടെക്നിക്കുകളും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. വൈശാഖൻ MRI-യെക്കുറിച്ചും മറ്റും സംസാരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തരം വലിയ മെഷീൻസ് കൊണ്ടുപോയിട്ട് ഇവരെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് പറ്റുന്നത് എന്താണ്? നമുക്ക് പറ്റുന്നത് ഒരു സിമ്പിൾ ടെക്നിക്കാണ്. അതിൻ്റെ പേര് EEG എന്നാണ്. ഇന്നിപ്പം EEG ക്യാപ്സ് പുറത്തിറക്കുന്ന കമ്പനികളുണ്ട്. അതിൻ്റെ അടിസ്ഥാനം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ബ്രെയിനിൻ്റെ എന്താ പറയുക, വർക്കിങ്ങിനനുസരിച്ച് പലതരം എന്താ പറയുക വേവ്സ് ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബീറ്റ, ആൽഫ, തീറ്റ, ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഫ്രീക്വൻസി വ്യത്യാസമാണ്. അവരുടെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഏത് വേവ് എത്ര നേരത്തേക്ക് ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും. അവരുടെ പവർ മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് EEG എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഈ EEG എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഈ ടോക്ക് തന്നെ ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. 2014 മുതൽ അമേരിക്കയിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഗെയിമായിട്ടുള്ള ബേസ്ബോൾ, മണി ബോൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, ബേസ്ബോളിൽ ഒരു കമ്പനി വല്ലാത്ത വിധം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ 20 മേജർ ബേസ്ബോൾ ടീമുകൾ ഈ കമ്പനിയുടെ ക്ലയൻ്റാണ്. കമ്പനിയുടെ പേര് ഡി-സെർവോ. ഓക്കെ, ഓഫ് ദ ബ്രെയിൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഇവർ ചെയ്യുന്നത്, ഇവർ നിങ്ങൾക്ക് വേണ്ടി സ്കൗട്ട് ചെയ്യും. സ്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. കളിക്കാരെ കണ്ടെത്തുന്നതിലാണ് സ്കൗട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പല മേജർ ടീമുകൾക്കും അവർ കോളേജുകളിൽ പോയി ടാലൻസിനെ കണ്ടെത്തും. പക്ഷേ ആ ടാലൻസിനെ കണ്ടെത്തുന്ന പ്രക്രിയ വളരെ സബ്ജക്റ്റീവാണ്. എന്ന് വെച്ചാൽ ഒരു സ്കൗട്ട് കണ്ടെത്തുന്ന ആളെ ആയിരിക്കില്ല മറ്റൊരാൾ കണ്ടെത്തുക, അല്ലെങ്കിൽ രണ്ടുപേരുടെയും ക്രൈറ്റീരിയൻസ് ഒന്നായിരിക്കില്ല. പക്ഷേ ഇവർ ചെയ്യുന്നത്, നിങ്ങൾ ടാലൻ്റ് ഉണ്ടെന്ന് സംശയിക്കുന്ന ആൾക്കാരെ ഇവർ ഒരു ന്യൂറൽ ഫീഡ്ബാക്ക് മെക്കാനിസം മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു സിമുലേഷനിലൂടെ ഒരു ബോള് എപ്പോൾ ഏത് പൊസിഷനിൽ എത്തുമ്പോഴാണ് ഇവർ അടിക്കാൻ തീരുമാനിക്കുന്നതെന്ന് കൃത്യമായി മെഷർ ചെയ്യാൻ ഈ കമ്പനിക്ക് ഇന്ന് പറ്റും. ഹിറ്റ് എന്ന പേരുള്ള ഒരു സോഫ്റ്റ്വെയർ വർക്കുണ്ട്. അത് ഈ ഓൺലൈൻ അവൈലബിൾ ആണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു സാധനമാണ്. ഇവരുടെ dservo.com പോയി കഴിഞ്ഞാൽ ഹിറ്റ്
എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. നമ്മളെല്ലാവരും എത്രത്തോളം നല്ല രീതിയിലാണ് ഡിസിഷൻ എടുക്കുന്നത്, ഒരു ബോൾ ഹിറ്റ് ചെയ്യുന്നതെന്നുള്ളത് മെഷർ ചെയ്യാനായിട്ട് അവർ നിങ്ങളെ സഹായിക്കും. കുറച്ചുകൂടി നല്ല രീതിയിൽ അവർ സത്യത്തിൽ പറയുന്നത് ഇതിൽ ഏത് പ്ലെയർ ആയിരിക്കും നല്ല ഹിറ്റർ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ടാലൻറ്റ് റെക്കഗ്നീഷനാണ് സത്യത്തിൽ ഈ കമ്പനി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ദേ ആർ പ്ലേയിങ് ബിഗ്. എന്ന് വെച്ചാൽ അമേരിക്കൻ ബേസ്ബോളിനെ വല്ലാതെ മാറ്റി തീർത്തുകൊണ്ടിരിക്കുകയാണ് ഈ കളിക്കാർ. രസകരമായൊരു ഇൻഫർമേഷൻ, ഇന്ന് പല ക്രിക്കറ്റ് രാജ്യങ്ങളും ഇവരുടെ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഇവർ കഴിഞ്ഞ പ്രസ് മീറ്റിൽ ഇവർ പറഞ്ഞിരുന്നു. അതായത് പതുക്കെ ഇത് മറ്റ് സ്പോർട്സിലേക്ക് വരികയാണ്. ക്രിക്കറ്റിംഗ് നേഷൻസ് പലരും എങ്ങനെ ഇവരുടെ ഈ പറയുന്ന EEG ടെക്നിക്ക് ഉപയോഗിച്ച് പ്ലെയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ BBC ഒരു കോട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. Beneath the helmet, under that unruly curly hair, inside the cranium, there is something we don't know, something beyond scientific measure, something that allows him to soar, to roam a territory of sport that forgets us. Even those who are gifted enough to play alongside with him cannot even fathom. When he goes out to bat, people switch on their television and switch off their lives. കുറച്ചു കാലം മുമ്പ് സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് BBC പറഞ്ഞ കോട്ടാണ്. ഇതിനകത്ത് 1-2 കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനബിളാണ്. അതായത് ദർ ഇസ് സംതിങ് വി ഡോണ്ട് നോ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനബിളാണ്. സംതിങ് ബിയോണ്ട് സയൻറ്റിഫിക് മെഷർ എന്ന് പറയുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യനബിളാണ്. നമ്മളിത് പയ്യെ മെഷർ ചെയ്ത് തുടങ്ങുകയാണ്. വാട്ട് ഇസ് ദാറ്റ് സംതിങ് എന്ന് മെഷർ ചെയ്യുകയാണ്. ഞാൻ ഒരുപാട് അതിലോട്ട് പോകാത്തത് അതൊരു ഇച്ചിരി ഷെയ്ക്കി ആയിട്ടുള്ള സയൻസ് ആയതുകൊണ്ടാണ്. കാരണം കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്കാണ് ഇത് വളരെ വലിയ സംഭവമായി മാറുന്നത്. സത്യത്തിൽ നിങ്ങളുടെ ബ്രെയിനിലെ ഏത് ഏരിയയിലാണ് ആൽഫ ആക്ടിവിറ്റി ഉള്ളത് എന്ന് മെഷർ ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ബേസ് ലൈൻ കണ്ടെത്തുകയും ആ ആൽഫ ആക്ടിവിറ്റി വെച്ചിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണെന്നും പറയാൻ ഇന്ന് ഈ കമ്പനികൾക്കൊക്കെ പറ്റുന്നുണ്ട്. ബട്ട് അതൊരു ഇച്ചിരി ഷെയ്ക്കി സയൻസ് ആണ്, ഒരു സോളിഡ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് അത് പറയാത്തത്. പക്ഷേ എനിവേ ഇറ്റ് ഈസ് നോട്ട് സംതിങ് ബിയോണ്ട് സയൻറ്റിഫിക് മെഷർ നൗ. ഓക്കെ, ടാലൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ജന്മന ഉണ്ടാകുന്ന ഒരു സാധനം മാത്രമല്ല, ട്രെയിനിങ്ങിലൂടെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ പറയുന്ന തരത്തിൽ ന്യൂറൽ ഫീഡ്ബാക്ക് എടുത്താൽ ഒരാൾക്ക് ഏത് ബ്രെയിൻ സ്റ്റേറ്റിലാണ് പ്രോബ്ലം, അതായത് അയാളുടെ ഡിസിഷൻ മേക്കിങ്ങിലാണോ, അയാളുടെ മസ്കുലർ ഇതിലാണോ പ്രോബ്ലം, അയാളുടെ വിഷനിലാണോ എന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ച് ആപ്റ്റായിട്ട് ട്രെയിനിങ് കൊടുക്കുകയും അതിനനുസരിച്ച് ഒരു നല്ല കളിക്കാരനെ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. ഒരുപക്ഷെ അതോടുകൂടി നമ്മൾ സ്പോർട്സിൽ എൻജോയ് ചെയ്യുന്ന ഹ്യൂമൻ മിസ്റ്റേക്സ് ചിലപ്പോൾ ഇല്ലാതായി പോയേക്കും. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതാണ്. ഞാൻ പൊതുവെ സ്പോർട്സ് ഹ്യൂമൻ മിസ്റ്റേക്സോടുകൂടി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഗോൾ ലൈൻ ടെക്നോളജി ഉൾപ്പെടെയുള്ള സാധനങ്ങളോട് വിയോജിപ്പുള്ള ഒരാളാണ്. അതും കൂടി ഉൾപ്പെടുന്നതാണ് ഫുട്ബോൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ തേർഡ് അമ്പയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വൈശാഖിനോട് ചെറിയ രീതിയിൽ തുടക്കത്തിലേ വിയോജിക്കുകയാണ്. പൊതുവേ ആ ഹ്യൂമൻ മിസ്റ്റേക്കോട് കൂടി വരുന്നതാണ് സ്പോർട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ കുറച്ച് കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഹ്യൂമൻ മിസ്റ്റേക്ക് എലമെൻറ്റ് സ്പോർട്സിൽ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ദ ടേക്ക് ഹോം തിങ് ഈസ്, if you consider this person intelligent, then you have to accept that this person and this person are equally intelligent. Okay, and intelligence is not reserved for any particular area, and intelligence is not based on whether you can do mathematics. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് അടിസ്ഥാനത്തിലല്ല. നിങ്ങൾ ആൽബർട്ട് ഐൻസ്റ്റൈനെ ഇൻ്റലിജൻ്റ് എന്നാണ് കണക്കാക്കുന്നതെങ്കിൽ നിങ്ങൾ ലയണൽ മെസ്സിയെയും സച്ചിൻ ടെണ്ടുൽക്കറെയും ഇൻ്റലിജൻ്റ് ആണെന്ന് അംഗീകരിച്ചേ പറ്റൂ. കാരണം ഒരു 400 മില്ലി സെക്കൻഡിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ആ സ്പോർട്ടിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ കഴിഞ്ഞ ആളുകൾ ഇൻ്റലിജൻറ്റിൽ കുറഞ്ഞ ഒന്നുമല്ല. ഓക്കെ, ആൻഡ് ദീസ് ആർ ദ റെഫറൻസസ്. ഈ ആദ്യം പറഞ്ഞ പുസ്തകമാണ് ഇതിനകത്ത് ഏറ്റവും എന്നെ സഹായിച്ചത്. 2018 പുറത്തിറങ്ങിയ ഒരെണ്ണമാണ് ദ പെർഫോമൻസ് കോർട്ടെക്സ്, ഹൗ ന്യൂറോ സയൻസസ് റീഡിഫൈനിങ് ദി അത്ലറ്റിക് ജീനിയസ്. ഓക്കെ, രണ്ടാമത് ഇതിൻ്റെ EEG മെഷറിനെ കുറിച്ചുള്ളതാണ്. മൂന്നാമത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ എർവിൻ എമർജൻസിയെക്കുറിച്ചൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ ഇൻപുട്സ്. ഓക്കെ, so I'll just finish this by saying moving on doesn't mean that you are giving up. It means that you are making a choice to be happy instead of hurt. Thank you. ഈ ഫ്രണ്ടൽ ലോബിൽ സ്ലൈറ്റ്ലി എപ്പിലെപ്സി ഉണ്ടാവുകയാണെങ്കിൽ അത് ആധ്യാത്മികതയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കേൾക്കുന്നുണ്ട്, വായിച്ചതായി അറിവുണ്ട്. അത് ശരിയാണ്? എനിക്ക് തോന്നുന്നു എതിരൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് 25-ാം തീയതി എതിരൻ അതിനെക്കുറിച്ചാണ് എറണാകുളത്ത് സംസാരിക്കുന്നത്. എതിരൻ അതിനെക്കുറിച്ച് വളരെ വ്യാപകമായി എഴുതുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ ആ ആൻസർ റിസർവ് ചെയ്യുന്നു. കാരണം വളരെ ഭംഗിയായിട്ട് എതിരൻ അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ എന്നെക്കാൾ ഭംഗിയായിട്ട് അത് ചെയ്യാൻ കഴിവുള്ള ഒരാളുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ദ ഗോഡ് സ്പോട്ട് എന്ന പേരിൽ എതിരൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് എതിരൻ സംസാരിക്കുന്നുണ്ട്. എതിരൻ ഒരു പ്രാവശ്യം മാതൃഭൂമിയിൽ എഴുതുകയും ചെയ്തു. ആ ആർട്ടിക്കിളാണ് ഞാൻ റെഫറൻസ് ആയിട്ട് പറയുക. എനിക്കൊരു ഉത്തരമായിട്ട് പറയാൻ കഴിയില്ല. അതിനൊരു കാരണമുണ്ട്.
ആ ഗോഡ് സ്പോട്ടിനെ കുറിച്ച് എഴുതാനായിട്ട് എതിരൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12ഓളം പേജുകളാണ്. അതിൽ നിന്ന് ആ ഉത്തരം എത്രത്തോളം എന്താ പറയുക സിമ്പിൾ അല്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആ പറയുന്ന കാര്യം വായിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും തോന്നുന്നു. നേരിട്ടൊരു ഉത്തരം മനഃപൂർവ്വം പറയാത്തതാണ്, കാരണം അത് വളരെ ഭംഗിയായിട്ട് എതിരും കതിരവും പറഞ്ഞിട്ടുണ്ട്. സ്ലൈറ്റ് എപ്പിലെപ്സി ചില ഉത്തരങ്ങൾ പറയുന്നതിനകത്ത് എനിക്കൊരു റിസർവേഷൻ ഉണ്ട്. ആ റിസർവേഷൻ ഇതാണ്: ഈ പ്രീഫ്രണ്ടൽ ലോബിൽ സ്ലൈറ്റ് എപ്പിലെപ്സി എന്ന് പറയുന്നത് തന്നെ ഒരു ശരിയായൊരു പ്രയോഗമല്ല. ഈ ആധ്യാത്മികത നിങ്ങൾ ഏതൊരു സാധനത്തിൻ്റെ അഡിക്ഷൻ പോലത്തെ ഒരു സാധനമാണ്. നിങ്ങളുടെ റിവാർഡ് സിസ്റ്റത്തിനെ അത് ഏതെങ്കിലും തരത്തിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമ്മൾ എൻജോയ് ചെയ്യും. അത് എൻജോയ് ചെയ്യുന്ന നമ്മുടെ റിവാർഡ് സിസ്റ്റത്തിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന, റിവാർഡ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന എന്ത് സാധനവും സന്തോഷം പകരുന്ന സാധനമാണ്. ഇറ്റ് ക്യാൻ ബി ഡ്രഗ്സ്, ഇറ്റ് ക്യാൻ ബി സെക്സ്, ഇറ്റ് ക്യാൻ ബി ഗോഡ്. ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. അത് ഇതിൽ മൂന്നിൽ ഏതായാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. പാത്വേസ് സെയിം ആണ്. ഹലോ, നമ്മുടെ ഈ കോഗ്നിറ്റീവ് ട്രേഡ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടൊരു കേട്ടിരുന്നു. അതിൽ പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ പരിണാമ വഴിയിൽ ഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഷോർട്ട് ടൈം മെമ്മറി, ഷോർട്ട് ടൈം പ്രോസസ്സിങ്ങിൻ്റെ പവർ കുറേ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ഷോർട്ട് ടൈം മെമ്മറി പ്രോസസ്സിങ് പവറും ചിമ്പാൻസിയുടെ പ്രോസസ്സിങ് പവറും ചിമ്പാൻസി 10 ടൈം ഫാസ്റ്റർ ആണെന്നാണ് ഈ ഹൈപ്പോത്തസിസ് അനുസരിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഫ് എ ചിമ്പാൻസി ഈസ് സ്മാർട്ട് ഇനഫ് ടു പ്ലേ എ ക്രിക്കറ്റ്, ചിമ്പാൻസിക്ക് സച്ചിനേക്കാൾ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവസാനം കാണിച്ച സ്ലൈഡിൽ സച്ചിൻ്റെയും മെസ്സിയുടെയും കൂടെ ഒരു ചിമ്പാൻസിയുടെ പടം കൂടി നമുക്ക് വെക്കാൻ കഴിയണം. ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് അതിനോട്. ഷോർട്ട് ടേം മെമ്മറി അല്ല, പലപ്പോഴും ലോങ് ടേം മെമ്മറിയാണ്. വർക്കിംഗ് മെമ്മറി ഡെഫിനറ്റ്ലി യെസ്. പക്ഷേ ഈ ഞാൻ പറഞ്ഞത് നമ്മൾ കുറേ കാലം കൊണ്ട് എക്യുമുലേറ്റ് ചെയ്യുന്ന മെമ്മറിയാണ് സത്യത്തിൽ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാനീ പറഞ്ഞ പ്രഡിക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു ചിമ്പാൻസി സൈക്കിൾ ചവിട്ടിയേക്കും, പക്ഷെ ക്രിക്കറ്റ് കളിക്കുക എളുപ്പമായിരിക്കില്ല. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സൈക്കിൾ ചവിട്ടിയേക്കും, അതൊരു സാധനമാണ്. അതിനകത്ത് ഷോർട്ട് ടേം മെമ്മറിയുടെ യൂസേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ക്രിക്കറ്റ് കളിക്കാൻ നേരത്തെ ഇത് മാത്രം മതിയായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, എഗെയിൻ ഒരു ഇൻകംപ്ലീറ്റ് ആൻസറാണിത്. കാരണം ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചിമ്പാൻസിയുടെ 10 ഇരട്ടി ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, സത്യത്തിൽ എനിക്കറിയില്ല, ഞാൻ ആ വർക്ക് കണ്ടിട്ടില്ല. 10 ഇരട്ടി ഷോർട്ട് ടേം മെമ്മറി ഉണ്ടെങ്കിൽ പോലും പ്ലേയിങ് ദിസ് സ്പോർട്ട് വിൽ നോട്ട് ബി ഈസി, ദാറ്റ് ഐ ക്യാൻ ഗ്യാരണ്ടി. ഓക്കെ, അതുകൊണ്ട് തന്നെ ചിമ്പാൻസിയുടെ പടം വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹലോ സാർ. സാർ സാറേ, എനിക്ക് ചോദിക്കാനുള്ളത് 2 കാര്യങ്ങളെ വെച്ചിട്ടാണ്. സാറ് മെൻ്റൽ മാപ്സ് പറഞ്ഞു, അതുപോലെ അത് പറയാനായിട്ട് ഡ്രൈവിങ്ങും കൂടെ ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പലരും പറയാറുണ്ട് ഈ രാവിലെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് കുറേ സമയങ്ങൾ ഉറങ്ങി പോകാറുണ്ട്, എന്നാലും അവരെത്താറുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ശരിയായിരിക്കും, നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളിൽ അവർ സ്ഥിരം ഓടിക്കുന്ന വഴിയിൽ നിന്നൊരു മെൻ്റൽ മാപ്പ് ചിലപ്പോൾ പ്രിപ്പയർ ചെയ്ത് കാണും. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ, പുതുതായിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയാണത് ഒരു മെൻ്റൽ മാപ്സ് പ്രിപ്പയർ ചെയ്യുകയാണോ അതോ നമ്മൾ അറിയാതെ തന്നെ പല കാര്യങ്ങളും? ഓക്കെ, മെൻ്റൽ മാപ്പ് പ്രിപ്പയർ ചെയ്യാൻ നമുക്കൊരു ലോങ് ടേം പരിചയമൊന്നും വേണ്ട. നമുക്ക് കുറച്ച് നേരം, ഇപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ ഞാനിപ്പോൾ വന്നേ ഉള്ളൂ, എനിക്കിപ്പോൾ ഈ ഓഡിറ്റോറിയത്തിലെ വഴികൾ അറിയാം. ഞാൻ ഇന്ന് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഓഡിറ്റോറിയത്തിൽ വരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ഇതിനകത്തുള്ള വഴികളെക്കുറിച്ച് ഏകദേശം ധാരണയായി, കാരണം ആ മെൻ്റൽ മാപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതിന് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ രാവിലെ അല്ല, നമ്മൾ ക്ഷീണം ഉണ്ടെങ്കിൽ ഉറങ്ങി പോകും, സ്വാഭാവികം. വളരെ സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ ഉറങ്ങിയാലൊന്നും സംഭവിക്കില്ല, പ്രൊവൈഡഡ് ബാക്കി എല്ലാവരും വളരെ കൃത്യമായിട്ട് നിയമം അനുസരിച്ച് വരികയാണെങ്കിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജബ്ബാർ മാഷ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കാം ഈ കാര്യത്തിൽ. അമേരിക്കയിൽ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ കുറച്ച് കാലം അമേരിക്കയിലുണ്ടായിരുന്നു. ഞാൻ അവിടെ ഡ്രൈവ് ചെയ്ത ശേഷം എനിക്ക് ഇവിടെ വന്നിട്ട് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വന്ന് ഡ്രൈവ് ചെയ്യാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പ്രഡിക്ഷനൊക്കെ ഒരു 99% സക്സസ്ഫുള്ളാണ്. അതായത് നമുക്കറിയാം വണ്ടി എവിടെ നിന്നാണ് വരാൻ പോകുന്നത്, എത്ര ദൂരം വരെ നമുക്കൊരു ഫ്രീ റൈഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആക്സിലേറ്ററിൽ ഇഷ്ടിക എടുത്ത് വെച്ചാലും വി ആർ സേഫ്. ഓക്കെ, പക്ഷേ ഇവിടെ ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറില്ല. ഞാൻ അവിടെ വണ്ടി ഓടിക്കാറില്ല. അടിയന്തര ഘട്ടങ്ങളിൽ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഞാൻ വണ്ടി ഓടിക്കുള്ളൂ. എനിക്ക് ഭയങ്കര പേടിയാണ് ഇവിടെ വണ്ടി ഓടിക്കാൻ, ഉള്ളതുപോലെ പറയുകയാണെങ്കിൽ. പക്ഷേ ഞാൻ അവിടെ എല്ലാ ദിവസവും വണ്ടി ഓടിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ നിങ്ങളുടെ റോഡ് വളരെ സ്ട്രെയിറ്റ് ആണെങ്കിൽ അവിടെയൊക്കെ ഓട്ടോമാറ്റിക് മറ്റേ ഇത് തന്നെയുണ്ട്,
നിങ്ങൾ പൈലറ്റ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ജസ്റ്റ് സിറ്റ് ആൻഡ് റിലാക്സ്, കാർ ഓടിക്കോളും. ഒരു ഡെഫിനിറ്റ് സ്പീഡിൽ കാർ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആക്സിലേറ്ററിൽ ചവിട്ടുന്നത് വരെ അതേ സ്പീഡിൽ കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാരണം ഒന്നാമത് ഹൈവേ എല്ലാം ഇങ്ങനെ പരന്നങ്ങ് കിടക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങ് കണ്ണെത്താത്തത്തോളം നിങ്ങൾക്ക് കാണാം റോഡിൻ്റേത്. സത്യത്തിൽ വേറെ കുറേ എക്സ്റ്റേണൽ പാരാമീറ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഈ ഡ്രൈവിംഗ് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞപ്പോൾ മെൻ്റൽ മാപ്പ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും അതിനകത്ത് വേറെ ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ പോലെ ചണ്ഡീഗഡിൽ പോയാൽ ഞാൻ പിന്നെയും കുറച്ചുകൂടി ധൈര്യം കാണിക്കും. നിങ്ങൾ ചണ്ഡീഗഡ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ചണ്ഡീഗഡ് ഒരു പ്ലാൻഡ് സിറ്റിയാണ്. അവിടെ ഈ അപ്രതീക്ഷിതമായിട്ട് വണ്ടി വരില്ല. നമുക്കറിയാം കൃത്യമായിട്ട് എവിടെ നിന്നൊക്കെയാണ് വണ്ടി വരാൻ പോകുന്നത്. പ്ലാൻഡ് സിറ്റിയാണ്. പക്ഷേ MG റോഡിൽ ഞാൻ വണ്ടി ഓടിക്കില്ല. അത് ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ മെൻ്റൽ മാപ്സ് ഫോം ചെയ്യാനായിട്ട് ഒരുപാട് നേരത്തിൻ്റെ ആവശ്യമില്ല. മെൻ്റൽ മാപ്സ് ഫോം ചെയ്യാൻ വളരെ ഷോർട്ടാണ്. അല്ലെങ്കിൽ സച്ചിനൊന്നും ഒരിക്കലും മെൻ്റൽ മാപ്പ് ഫോം ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ കളിയിലും ഒരുപക്ഷെ എവറി ഹാഫ് ആൻ അവർ ഫീൽഡ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് ബോളർ മാറുന്നതനുസരിച്ച്. അപ്പോൾ അയാൾ സത്യത്തിൽ അയാൾ കളിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അയാൾ ചുറ്റും നോക്കുന്ന ഒരു രീതിയുണ്ട്. ഐ എം നോട്ട് എ ഗുഡ് മിമിക്, പക്ഷേ നിങ്ങൾ നോക്കിയാൽ കാണാം അയാൾ ആ ഹെൽമെറ്റിൻ്റെയും ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടി ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ നോക്കുന്ന ഒരു രീതിയുണ്ട്. ചുറ്റും ഒരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൽ അയാൾ ആ മാപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് അയാളുടെ ഡ്രൈവ്സ് ഗ്യാപ്സിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത് തന്നെ ഈ മെൻ്റൽ മാപ്പിങ്ങിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ വേറൊരാൾ ധോണിയാണ്. ധോണി വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കുമ്പോൾ പോലും ഒരു ബോളറിനോട് എവിടെ പിച്ച് ചെയ്യണം എന്ന് പറയുന്നതനുസരിച്ച് അയാൾ ഒരു ഫീൽഡറിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതും അയാൾക്ക് പലപ്പോഴും ഒരു സക്സസ്ഫുൾ ക്യാപ്റ്റൻ്റെ ഇമേജ് ഉണ്ടാകുന്നതിന് കാരണം അയാളുടെ മെൻ്റൽ മാപ്പിംഗ് എബിലിറ്റിയുടെ കഴിവ് തന്നെയാണ്. കാരണം അയാൾക്കറിയാം ഈ ബോൾ പിച്ച് ചെയ്യുന്നതനുസരിച്ച് ബാറ്റ്സ്മാൻ എങ്ങനെ പ്ലേ ചെയ്യുമെന്നും അങ്ങനെയാണെങ്കിൽ ബോൾ ഏത് സ്ഥലത്തോട്ട് എത്താൻ സാധ്യതയുണ്ടെന്നും. ഞാൻ 2016 സ്വതന്ത്ര ലോകത്തിലാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. 2018 സ്വതന്ത്ര ലോകത്തിൽ വരുമ്പോൾ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുന്നു. ഇതിന് അവസരം തന്ന സംഘാടകരോട് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു.